ആ ഷമീറെ. ആ പിന്നെ ഉം. നിങ്ങൾ ഇന്നലെ പറഞ്ഞില്ലായിരുന്നോ എന്ത്? മറ്റേ ബദർ കിസ്സ എന്ന് പറഞ്ഞ പരിപാടി കണ്ടാൽ അതില് നിങ്ങൾ 10 സെക്കൻഡ് കട്ട് ചെയ്താണ്, അതിന് മുന്നേ നിങ്ങൾ ഈ സംഭവമൊക്കെ പറയുന്നുണ്ട്. അതില് പറയുന്നൊന്നുമില്ല, വെറുതെ ആളെ സമയം വെക്കണേ. എന്താ കഥ? എന്താ കഥ? ഇങ്ങനെ നുണ പറയുന്നു എന്ന് പറയാം, മറ്റൊരാൾ നുണ പറയുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് കള്ളത്തരം കാണിക്കാൻ ഒരു ഉളുപ്പില്ലാത്തൊരു കവുമായിട്ട് നിങ്ങൾ മാറിയല്ലോ എന്ന് ഞാൻ ആലോചിക്കണേ. 47 മിനിറ്റിന്റെ അപ്ലോഡ് ചെയ്ത വീഡിയോ അല്ലേ? ആ അതിലെവിടെ നിങ്ങൾ പറയണേ? എന്താ നിങ്ങൾ പറയണത്? ഏത് മുഹമ്മദ് സമയത്ത്? ആ നബിനെ സമയം ഒന്ന് കൊല്ലാന് പറയും. വീട് വളഞ്ഞു എന്നും ആ മണല് വാരി സംഭവം നിങ്ങൾ പറഞ്ഞു. കണ്ണിലെറിഞ്ഞു എന്നും അങ്ങനെ സംഭവം ഉണ്ടെന്ന് ഞാൻ പറയണില്ല. പറയണില്ല ചങ്ങായി. ഇല്ലേ? നിങ്ങൾ എവിടുന്നാ ഇല്ല, വീഡിയോ കേട്ടത്? നിങ്ങളെ ഇതിൽ നിന്ന് തന്നെ കേട്ടെ. ബദർ കിസ്സ എന്നല്ലേ നിങ്ങളെ പേര്? ചെവി ഒന്ന് കാണിച്ചോളി, ഞാൻ ഡോക്ടറെ അടുത്ത് എവിടെയെങ്കിലും. ആ സമയം ഒന്ന് പറഞ്ഞുതരും. എന്തിന്? പറയ്. എന്തിനപ്പൊ ഞാൻ പറഞ്ഞ സാധനം അവിടെ കിടക്കണ്ടല്ലോ. ഇനി ചങ്ങാതി ഇനി അതില് ഇനി നിങ്ങളെ പറയുന്നില്ല ഒരു മിനിറ്റ് നിങ്ങള്. ഒരു മിനിറ്റ് നിങ്ങൾക്ക് വേണ്ടി അടിമത്തത്തിന്റെ വിഷയത്തിൽ സ്ക്രിപ്റ്റ് വരെ എഴുതി തന്ന ടീം ഇന്നലെ പറഞ്ഞൊരു കാര്യം, തൗഹീദ് പ്രചരിപ്പിച്ചതിന്റെ പേരിൽ മാത്രം എന്ന് ഞാൻ പിന്നീട് നിങ്ങൾ കളവ് പിടിച്ചപ്പം ആഡ് ചെയ്തതാണെന്നാണ്. പച്ച നുണ പറയാൻ ഒരു ഉളുപ്പില്ലാണ്ടായി പോയ ഷെമീറങ്ങൾക്ക്. എന്റെ ചങ്ങായി, ഞാനിപ്പോ പറഞ്ഞ കാര്യത്തിൽ നിങ്ങൾ എന്താ പറയുന്നത്? ഇപ്പോഴും അതിൽ തന്നെ ഉറച്ചിക്കല്ലേ? അതിലെന്നെ ഉറച്ചേക്കണം, എന്താ സംശയം? അതിൽ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഉണ്ട്. അല്ലേ? ആ നിങ്ങളൊന്ന് ആ ടൈം ഒന്ന് വീട് പറഞ്ഞുതരും. മുഹമ്മദിനെ കൊല്ലാൻ ശ്രമിച്ചു എന്നും കൊല്ലാൻ വേണ്ടി വീട് വളഞ്ഞു വീട് എന്നും വളഞ്ഞു. അതിന് പിന്നെ മണല് വാരി കണ്ണിൽ എറിഞ്ഞിട്ട് അവിടുന്ന് രക്ഷപ്പെട്ടു എന്നും കഥയുണ്ട്. അങ്ങനെ ഇബിന് എഴുതി സാദിന്റെ വെച്ചിട്ടുണ്ട് ഇതിലൊക്കെ എന്ന് ഉണ്ട്. ഞാൻ പക്ഷെ അത് അങ്ങനെ എഴുതി എടുക്കൂല. വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പറയുന്നത്. പറയുന്നുണ്ട്, അങ്ങനെ പറഞ്ഞിട്ടില്ല. എന്താ ഷെമീറെ എനിക്ക് ഞാനിന്ന് ഇങ്ങനെ രാവിലെ നുണ പോകുമ്പോ പറയാൻ പണിക്ക് പാടുണ്ടോ ഷെമീറെ? പോകുമ്പോ ഹെഡ്സെറ്റ് വെച്ചിട്ട് കേട്ടിട്ടാ പോയത്. നിങ്ങൾ ആരെന്നാ കേട്ടത്? നിങ്ങളെ ഒറ്റ മിനിറ്റ്, ഞാൻ ലിങ്ക് നിങ്ങൾ എവിടുന്ന് കേട്ടത്? നിങ്ങൾ നിങ്ങളെ ബാസിൽ കേൾപ്പിക്കുന്നതും ചാനലിൽ നിങ്ങൾ റഫീഖ് സലഫി കേൾപ്പിക്കുന്നതും നിങ്ങൾ കേൾക്കണത്. എല്ലാ ചങ്ങാതി നിങ്ങളെ ഇന്ന് ചാനലിലാണ് ഇന്ന് കേട്ടത്. രാത്രി എന്റെ ലൈവിൽ കയറിക്കോ, ഞാൻ കേൾപ്പിക്കേണ്ട ഭാഗം. ആ ഭാഗം കേൾപ്പിച്ചു തരുമോ? കേൾപ്പിക്കാം. 10/5/2025 ബദർ നുണയൻ കിസ്സ. ബാസിലാണ്, നുണയൻ ബാസിലിന്റെ കള്ളത്തരം ഇന്ന് ഞാൻ പൊളിച്ചെടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞുതരാം. അതിൽ വന്നു, അതിൽ കേട്ടോ. ഇത് എന്നാ നിങ്ങൾ അപ്ലോഡ് ചെയ്തതെന്നും പറഞ്ഞുതരാം. ഇത് നിങ്ങളെ ഇതില് എന്റെ ചാനലിൽ അപ്ലോഡ് ചെയ്ത 6-ാം തീയതി ആണെന്നാണ് എന്റെ അതായത് ഓർമ്മ. മെയ് 22-ാം തീയതിയാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്ത്. എന്റെ ചാനലിൽ മെയ് 22-ന്. ശരിയാ. ബദർ കിസ്സ എന്നുള്ള പേരിൽ ലിയാഖത്തിൽ CM 10/5/2025 തൊടുപുഴ ടൗൺ ഹാള്. അതെ. 47 മിനിറ്റും 34 സെക്കൻഡും. അതില് പിന്നെ അബ്ദുള്ള അബ്ബാസിലും ടീമും പറഞ്ഞൊരു നുണയില്ലേ, അതായത് ഈ തൗഹീദ് പ്രചരിപ്പിച്ചതിന്റെ പേരിൽ മാത്രം എന്ന് ഞാൻ പിന്നീട് ഇവര് നുണ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞതാണ് എന്ന് പറഞ്ഞത് നിങ്ങളും വിശ്വസിച്ചിട്ടല്ലേ കുത്തിരിക്കണേ? തൗഹീദ് പ്രചരിപ്പിച്ചതിന്റെ പേരിൽ എന്നുള്ളത് നിങ്ങൾ പിന്നീടല്ലേ ആഡ് ചെയ്തത്? ആണോ? എന്നാ നീ കേട്ടോ, എന്നെ കേൾപ്പിച്ചേരാം. ഞങ്ങൾക്ക് കേൾക്കാത്തിന് സമാധാനക്കേട് വേണ്ട കേട്ടോ. ഇതും സമാധാനമായിട്ടിരുന്നു. കേൾപ്പിച്ചേരണേ. ഇപ്പൊ കേൾപ്പിച്ചേരാം. കേട്ടോട്ടോ. മക്കയിൽ വരികയും അല്ലെങ്കിൽ മക്കയിൽ പ്രവാചകത്വം അവകാശപ്പെടുന്നതിലും ഏകദൈവ വിശ്വാസം എന്ന തൗഹീദിലേക്ക് ആളുകളെ ക്ഷണിക്കുകയും അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ അന്ധവിശ്വാസങ്ങളിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും യഥാർത്ഥ ദൈവവിശ്വാസത്തിലേക്ക് ക്ഷണിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ട് മുഹമ്മദ് മക്കയിൽ നിരന്തരമായ പീഡനങ്ങൾക്ക് വിധേയമായി എന്നതാണ് കഥ. അത് നുണക്കഥയാണ്. ഈ വീഡിയോ തുടങ്ങുന്നത് 3-ാമത്തെ മിനിറ്റിൽ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആണിത്. എന്നിട്ട് ഇത് ഞാൻ പിന്നീട് നിങ്ങൾ നുണ പിടിച്ചപ്പോ ഞാൻ കൂട്ടിച്ചേർത്തതാണെന്നൊക്കെ പറയണെങ്കിൽ ചെറിയ തൊലിക്കട്ടി ഉളുപ്പില്ലായ്മ പോരട്ടെ ഷെമീറെ. ഇനി മറ്റേതും കൂടി കേൾപ്പിച്ചേരാ, അതിനെന്താ? കേട്ടോ. എന്തായിരുന്നു നിങ്ങൾ ചോദിച്ചത്? ശരി, നിങ്ങൾ പറഞ്ഞല്ലേ ഒരു മിനിറ്റ് പ്രവാചകനെ അവിടെ കേൾപ്പിച്ചേരാം. മഹാസൈന്യം സജ്ജമായി മദീനയിൽ ജീവരക്ഷാർത്ഥം ഓടിപ്പോയ മുഹമ്മദിനെ പിന്തുടർന്ന് വകവരുത്താൻ വേണ്ടി പുറപ്പെട്ടു പോകുന്നു എന്നും അവരെ പ്രതിരോധിക്കാൻ 7 മിനിറ്റിന്റെ അപ്പുറത്തേക്ക് നോക്കണ്ട. 7 മിനിറ്റിന്റെ മുന്നാണെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ഇല്ലാന്താനും പ്ലാൻ ചെയ്ത് അദ്ദേഹം അങ്ങോട്ട് റീലൊക്കേറ്റ് ചെയ്യുന്നതാണ്. പ്രാണരക്ഷാർത്ഥം ഓടിപ്പോയതും ഒരു പിടി മണ്ണുവാരി യാസീനോദി കണ്ണിലെറിഞ്ഞു ആളുകളുടെ കാഴ്ച ദൈവം മറച്ചു എന്നൊക്കെ കഥയുണ്ട്. അങ്ങനെ ഒരു സംഭവം നടന്നതായിട്ടും പറയപ്പെടുന്നുണ്ട്. പക്ഷേ മക്കയിലെ മുശ്രിക്കുകൾ മുഹമ്മദിനെ 13 കൊല്ലത്തിന് ശേഷമോ അതിനു മുൻപോ സംഘടിതമായി മുഹമ്മദിനെ വകവരുത്തണം എന്ന തീരുമാനമെടുത്തതിന് ചരിത്രത്തിൽ തെളിവില്ല. കേട്ടോ ഷമീറെ?
അങ്ങനെയാണ് പറഞ്ഞത്. അതല്ല നിങ്ങൾ പറഞ്ഞ അല്ല എന്നോട്. നിങ്ങൾക്ക് ഇജ്ജ് കേട്ടോ നിങ്ങൾ എന്താ എന്നോ പറഞ്ഞു? എന്താ പറഞ്ഞേ? ഈ സംഭവം ഒക്കെ ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇബ്നു സഅദിന്റെ തള്ളി ഇതിലൊക്കെ ഞാൻ മറിക്കല്ല എന്റെ പറഞ്ഞിട്ടുണ്ട്. ഷമീറെ. പക്ഷെ അതായത് ഞാൻ മുഹമ്മദിനെ ആക്രമിച്ചു എന്നും മുഹമ്മദിനെ കൊല്ലാൻ നോക്കിയെന്നും കൊല്ലാൻ വേണ്ടി ആള് കൂടിയെന്നും വീട് വളഞ്ഞു എന്നും അതേപോലെ മണ്ണിൽ കണ്ണിലെറിഞ്ഞിട്ട് രക്ഷപ്പെട്ടു എന്നൊക്കെ കഥയുണ്ട്. അങ്ങനെ സംഭവം നടന്നായിട്ടും പറയപ്പെടുന്നുണ്ട്. അത് അത് ചരിത്രത്തിൽ കഴിഞ്ഞിട്ടല്ലേ അല്ല ഇനി കേട്ടോ കേട്ടോ ഇബ്നു കേട്ടോ സഅദിനെ ഒക്കെ ഷമീറെ, കേട്ടോ ഉദ്ധരിച്ചിട്ട് ഞാൻ ഷമീറെ. പറഞ്ഞിട്ടുണ്ട് എന്നല്ല നിങ്ങൾ പറഞ്ഞു. ഷമീറെ, ഹിജറ ആയിരുന്നില്ല അവിടെ വിഷയം, ബദറായിരുന്നേ. അത് ശരി. ആ ഇത് നിങ്ങൾ ഇനി പറഞ്ഞല്ല എന്നോ പറഞ്ഞു. നിക്ക് ഷമീറെ. ഇതെല്ലാം ഇത് പറഞ്ഞുകൊണ്ടാണ്, അതായത് മുഹമ്മദിനെ കൊല്ലാൻ നോക്കിയെന്നും ആളുകൾ കൂടി മുഹമ്മദിനെ കൊലപ്പെടുത്താൻ വേണ്ടി വീട് വളഞ്ഞു എന്നും അതിൽ നിന്ന് ഒരു പിടി മണ്ണ് മാറി യാസീൻ ഓതി അവരുടെ കണ്ണിലെറിഞ്ഞ് അവിടുന്ന് ജീവനും കൊണ്ട് രക്ഷപ്പെട്ടു എന്നും കഥയുണ്ട്. അങ്ങനെ ഒരു സംഭവം നടന്നതായിട്ടും പറയപ്പെടുന്നുണ്ട്. എന്നാൽ മുഹമ്മദ് നബിയെ അല്ലെങ്കിൽ മുഹമ്മദിനെ തൗഹീദ്, അതായത് പറഞ്ഞത് തൗഹീദ് പ്രചരിപ്പിച്ചു എന്നതിന്റെ പേരിലാണ് ഇതൊക്കെ ചെയ്തതെന്നാണ് നിങ്ങളുടെ വാദം. അങ്ങനെ അതെ. തൗഹീദ് പ്രചരിപ്പിച്ചതിന്റെ പേരിൽ മുഹമ്മദിനെ മക്ക ഖുറൈശികൾ സംഘടിതമായി കൊലപ്പെടുത്താൻ പദ്ധതിയിട്ട് നടപ്പിലാക്കിയതിന്, അതിന് ശ്രമിച്ചതിന് ചരിത്രത്തിൽ തെളിവില്ല എന്ന് ഞാൻ പറഞ്ഞത്. ചരിത്രത്തിൽ തെളിവല്ലേ ഞാൻ ഇന്നലെ തന്നെ. ഇല്ല, ചരിത്രത്തിൽ തെളിവില്ല. തെളിവ് ഇന്നലെ തന്നില്ലേ? തെളിവില്ല ഷമീറെ. ഇബിലീസ് മീറ്റിംഗ് തെളിവല്ലേ ഇന്നലെ കൂടിയെന്ന് തന്നെ. ഇബിലീസും കൂടി പങ്കെടുത്ത ഒരു മീറ്റിംഗ് അവിടെ നടന്നു എന്ന് ജിബിരിയിൽ വന്ന് മുഹമ്മദ് നബിക്ക് പറഞ്ഞു കൊടുത്തു എന്ന് സംഭവിക്കുന്നത് മുഹമ്മദ് ഏതൊക്കെ ഗോത്രങ്ങളെ ആക്രമിക്കാൻ പദ്ധതി ഇടുമ്പോഴും ഏതൊക്കെ ആളുകളെ ബനൂ ഖുറൈള കൂട്ടക്കൊലയ്ക്ക് പോകാനുള്ള മുഹമ്മദിന്റെ പ്രചോദനം ഇങ്ങനെ ജിബിരിയിൽ വന്ന് പറഞ്ഞു തന്നെയാണ്. ബനൂ നളീറിനെ അവിടുന്ന് ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ട് അവരെ ഉപരോധിക്കാൻ പോയപ്പോഴും മുഹമ്മദിന് അങ്ങനെ തോന്നിയെന്നാണ്. ഇത് ചരിത്രത്തിലെ തെളിവല്ല, ഇത് മുഹമ്മദ് പറയുന്ന ന്യായങ്ങളാണ്. ഒരു മനുഷ്യരോട് അക്രമം കാണിക്കാൻ വേണ്ടി മുഹമ്മദ് പറയുന്ന നുണകളല്ല ചരിത്രത്തിലെ തെളിവ്. നിങ്ങൾക്ക് എഴുതി വെച്ചു എന്നതുകൊണ്ട് തെളിവാവില്ല ഷമീറെ. ഞാൻ പറയാം പറഞ്ഞോ. ഇത് തോന്നി എന്നുള്ളത് മാത്രം എടുക്കുക നമുക്ക്. ഇനിയിപ്പം ജിബിലീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നിട്ട് പറഞ്ഞു എന്നൊന്നും എടുക്കണ്ട. ഇനി ഇബിലീസ് അവിടെ വന്നു എന്നും എടുക്കണ്ട. ഇനി ഞാൻ കഥ പറയാം. പറഞ്ഞോ. ഇവിടെ ദാറുൽ നദവിയിൽ വെച്ചിട്ട് അവിടെ ഒരു മീറ്റിംഗ് മീറ്റിംഗിന്റെ നടന്നു. കഥയാണ് ഇപ്പൊ ഈ പറഞ്ഞതേ. ഞാൻ പറയട്ടെ, അവിടെ ഒരു ഷെയ്ഖ് വന്നിരുന്നു എന്നുള്ളോ. ഈ ഷെയ്ഖ് വന്നു, അതായത് ഒരു വൃദ്ധനായിട്ടുള്ള ഒരാള് വന്നു. ഇങ്ങനെ അവിടെ ഒരു മീറ്റിംഗ് മുഹമ്മദ് നബിയെ ഗൂഢാലോചന നടത്തി എന്ന് ജിബിരിയിൽ പറഞ്ഞു കൊടുത്തതല്ലാത്ത വേറെ സംഭവം ഉണ്ടോ? പറഞ്ഞോ. ഇത്തിരി ഞാൻ കേട്ടില്ല. അല്ല, ഇത് അതൊക്കെ അവിടെ ഈ രണ്ട് കാര്യങ്ങൾ അതായത് ഇങ്ങനെ മുഹമ്മദിനെ കൊല്ലാൻ ആള് കൂടിയിരുന്നു എന്നും മുഹമ്മദിനെ കൊല്ലാൻ എന്നോട് എന്താ പറഞ്ഞേ? രണ്ട് കാര്യങ്ങൾ നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞതൊന്ന് കറക്റ്റ് ചെയ്തിട്ട് ഇതിലേക്ക് പോയിക്കോ. അതാ പറഞ്ഞത്. ഇത് തന്നെയാണ് ഞാൻ ഇപ്പൊ വിളിച്ചത്. അല്ലല്ല, അങ്ങനെയല്ല. ഞാൻ നുണ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് രണ്ട് സംഭവങ്ങൾ എടുത്തു കാണിച്ചതിൽ ഈ രണ്ട് സംഭവം നിങ്ങൾ കോട്ടിമാറ്റിയതാണ് എന്നും നിങ്ങൾ കള്ളത്തരം കാണിക്കുകയാണെന്നുള്ളത് ഇപ്പൊ മനസ്സിലായോ അല്ലേ? കോട്ടിമാറ്റിയല്ലോ. എന്തിനാണ് ഞാൻ ഈ മുഹമ്മദിനെ കൊല്ലാൻ അവിടെ ആള് വളഞ്ഞു എന്നും മുഹമ്മദിനെ കൊലപ്പെടുത്താൻ വീട് വളഞ്ഞു എന്നും ഒരു പിടി മണ്ണ് വാരി കണ്ണിലെറിഞ്ഞ് യാസീൻ ഓതി അവിടെ നിന്ന് ജീവൻ രക്ഷാർത്ഥം ഓടിപ്പോയി എന്നും കഥയുണ്ട്. അങ്ങനെ ഒരു സംഭവം നടന്നായിട്ടും പറയപ്പെടുന്നുണ്ട് എന്ന ഭാഗം കട്ടിയത് എന്തിനാ? അതൊരൊറ്റ സെന്റൻസ് ആണല്ലോ. ഒരു സെന്റൻസിന്റെ പകുതി കട്ടിയത് എന്തിനാ? അല്ല എന്തിനാ? അത് ഷമീർ പറ. ഈ ഒരു സെന്റൻസ് അല്ല, ഞാൻ ഷമീറിനോട് പറയാണ്, ആര് പറഞ്ഞതായാലും. ഷമീറും എന്നോട് ഇതേ സെന്റൻസ് വെച്ചിട്ടാണ് സംസാരിക്കാൻ വന്ന മിഞ്ഞാന്ന്. ഷമീർ പറ, ഈ സാധനം കട്ട് ചെയ്തെടുത്തതാണോ അല്ലേ? ഇതിൽ നിങ്ങളെ സ്റ്റേറ്റ്മെന്റ്, എന്റെ സ്റ്റേറ്റ്മെന്റ് എന്റെ ഒരു സെന്റൻസ് പാതിക്ക് കട്ട് ചെയ്തിട്ട് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണോ അല്ലേ? നിങ്ങൾ അത് പറഞ്ഞാൽ മതി. കട്ട് ചെയ്തിട്ടുണ്ടല്ലേ? എന്റെ ഒരു സെന്റൻസ് പാതിക്ക് കട്ട് ചെയ്തതാണോ അല്ലേ? ഈ ആവശ്യമുള്ള ഒന്നുകൂടി കേൾപ്പിച്ചോ. അടിസ്ഥാനപ്പെടുത്തി മുഹമ്മദ് പ്ലാൻ ചെയ്ത് അദ്ദേഹം അങ്ങോട്ട് റീലൊക്കേറ്റ് ചെയ്തതാണ്. ഇനി ഇവിടുന്ന് ഒറ്റ സ്ട്രെച്ചിൽ ഒറ്റ സെന്റൻസ് ആയിട്ട് ഞാൻ പറയണാണ് കേട്ടോ. പ്രാണരക്ഷാർത്ഥം ഓടിപ്പോയതും ഒരു പിടി മണ്ണ് വാരി യാസീൻ ഓതി കണ്ണിലെറിഞ്ഞു ആളുകളുടെ കാഴ്ച ദൈവം മറച്ചു എന്നൊക്കെ കഥയുണ്ട്. അങ്ങനെ ഒരു സംഭവം നടന്നതായിട്ടും പറയപ്പെടുന്നുണ്ട്. പക്ഷേ മക്കയിലെ മുശ്രിക്കുകൾ മുഹമ്മദിന് 13 കൊല്ലത്തിന് ശേഷമോ അതിനു മുൻപോ സംഘടിതമായി മുഹമ്മദിനെ വകവരുത്തണം എന്ന തീരുമാനമെടുത്തതിന് ചരിത്രത്തിൽ തെളിവില്ല. ഇത് എന്റെ സ്റ്റേറ്റ്മെന്റിന്റെ പകുതി ഭാഗം കട്ട് ചെയ്തെടുത്താണോ അല്ലേ? ഇത് ചോദ്യമുള്ളൂ. സത്യസന്ധമായിട്ട് മറുപടി പറഞ്ഞിട്ട് എനിക്ക് എന്തെങ്കിലും പറ്റുമെങ്കിൽ ഈ പറയണ്ട. ചരിത്രത്തിൽ തെളിവില്ലാന്നല്ലേ നിങ്ങൾ പറയുന്നത്? ആ ഭാഗം കട്ട് ചെയ്തെടുത്താണോ അല്ലേ? തെളിവുണ്ടല്ലോ. ആ ഭാഗം എന്റെ ഈ സ്റ്റേറ്റ്മെന്റ് കട്ട് ചെയ്തിട്ടാണോ റഫീഖ് സലഫി അവിടെ കാണിച്ചതല്ലേ?
അത് കട്ട് ചെയ്തിട്ടാണെങ്കിലും അവര് ആണോ പറഞ്ഞത് അതിന്റെ അല്ലേ? ഇത്ര അപ്പുറത്തുള്ള ഞാൻ പല്ലേ ചോദിച്ചിട്ടുള്ളൂ. പറഞ്ഞത്. ഷമീറെ കട്ട് ചെയ്തതാണോ അല്ലേ? ഈ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് കട്ട് കട്ട് ചെയ്തെടുത്താണോ അല്ലേ? കട്ട് ചെയ്യാനുള്ള കാരണം എന്താ? ഈ സെന്റൻസ് ഇന്ന് കട്ട് നിങ്ങളെ കാരണം നമ്മൾ പിന്നെ നിങ്ങളെ പറയാം. ഈ സെന്റൻസ് ഇന്ന് കട്ട് നിങ്ങള് ചെയ്തെടുത്താണോ നിങ്ങളെ അല്ലേ? നിങ്ങളെ ഉദ്ദേശം സി എന്തായിരുന്നു അവിടെ? എന്റെ ഉദ്ദേശം ഞാനല്ലേ പറയണ്ട ഷമീർ, ആ നിങ്ങളല്ലല്ലോ. അതേ ഞാൻ എന്റെ പറയുന്നത്. സെന്റൻസ് കട്ട് ചെയ്തെടുത്തതാണോ അല്ലേ? കട്ട് ചെയ്തിട്ടല്ലേ പിന്നെ എടുക്കുക, അല്ലാതെ മുഴുവനായിട്ട് ഒരു കേൾപ്പിക്കാൻ പറ്റുമോ? സെന്റൻസ് അല്ലേ എടുക്കേണ്ടത്? ഒരാള് ഒരു പക്ഷേ ഒരു സെന്റൻസിന്റെ ഇടയിൽ വരുന്നത് എന്തുകൊണ്ടാ അറിയോ? എപ്പോഴാ ഒരു അല്ല, സെന്റൻസിൽ, മലയാളം സെന്റൻസിൽ ഒരു പക്ഷേ ആഡ് ചെയ്യുന്നത്? ഒരു പക്ഷേ ഒരു പക്ഷേ അല്ല, അവിടെ അങ്ങനെ പക്ഷേ എന്ന വാക്ക് ഒരു മലയാളം സെന്റൻസിന്റെ നടുക്ക് ആഡ് ചെയ്യുന്ന എന്തിനാ? പല ഇതുണ്ടാവും. പക്ഷെ നമ്മള് ചിലപ്പോൾ സംഭവിക്കും എന്നുള്ള രീതിയിൽ, അല്ല, അല്ലെങ്കിൽ ഈ അങ്ങനെ പക്ഷേയുടെ മുൻപുള്ളത് വളരെ റെലവെന്റ് ആണോ അല്ലേ? ആണല്ലോ. ആണ്. ആ റെലവെന്റ് ആയ ആ ഭാഗം കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഈ ഭാഗം ഒഴിവാക്കി. എന്നിട്ട് മുഹമ്മദിനെ എതിരെ അവിടെ ഒരക്രമവും നടന്നിട്ടില്ല, മുഹമ്മദുമായിട്ട് അവിടെ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല, അവർ പൂർണ്ണ സഹിഷ്ണുത കാണിച്ചു എന്ന് അത് ഞാൻ പറഞ്ഞു ഇത് എന്ന് നുണ പറഞ്ഞ എന്തിനാ? നിങ്ങൾ ഈ പറഞ്ഞത് നോണന്നല്ലേ? ചരിത്രത്തിൽ തെളിവില്ല എന്ന് ചരിത്രത്തിൽ പറഞ്ഞത്. തെളിവില്ല, എന്നാ തെളിവ് വെച്ചോ. തെളിവല്ലേ ഞാൻ ഇന്നലെ ഇല്ല തന്നെ അപ്പൊ നിങ്ങൾ പറഞ്ഞ ഇല്ല, ഇജ്ജ് സനത് തെളിവ് എവിടെ, വെച്ചിട്ടില്ല. സനത് എവിടെന്നാ പറഞ്ഞോ, ചോദിച്ചത്. തെളിവ് വെച്ചോ, ചരിത്രത്തിൽ തെളിവ് വെച്ചോ. അതന്നെ ഞാൻ ഇന്നലെ തന്നില്ല നിങ്ങൾക്ക്. ഇല്ല, തന്നിട്ടില്ല. അത് ശരി. ഈ ദാറുൻ നദവിയിൽ വെച്ചിട്ട് ദാറുന്നബിയുടെ നടന്ന സംഭവം. ഷമീറെ, ഞാൻ ഈ പുസ്തകങ്ങളിൽ ഒരു പേജ് മാത്രം മിണുങ്ങിയിട്ട് വായിക്കുന്ന ആളല്ലേ. ഓക്കെ, നിങ്ങൾ ഇന്നലെ എന്നെ സംസാരിച്ചപ്പോ എന്താ പറഞ്ഞേ? അതിന് സനത് എന്റെ കൊണ്ടുവന്ന് സനത് വായിച്ചു എടുക്കുന്നല്ലേ? വരാന്നല്ലേ പറഞ്ഞേ? ആ സനത് ഞാൻ ഇന്നലെ തന്നെ അയച്ചില്ലേ? ഇല്ല. ഇപ്പൊ വായിക്കണോ? വായിച്ചോ. അയച്ചില്ലാണോ? ഞാൻ കണ്ടിട്ടില്ല. വാട്സപ്പിൽ എടുക്ക്. വാട്സപ്പ് നീ എടുത്തിട്ടില്ല. ആ എന്നാ എടുക്ക്, തുറക്ക്. പറഞ്ഞോ, ഈ സനത് വായിച്ചോ. അയച്ചുതരാം. ഹദീസ് നമ്പർ പറയാം ആദ്യം. അൽ ബിദായ വൽ നിഹായ. ആഹാ, ബിദായ വൻ നിഹായൊക്കെ നിങ്ങൾ ഫുൾ ആയിട്ട് എടുക്കോ? ഓ, അതില് സനത് വന്നത് എടുക്കും. സനത് ഉണ്ടെങ്കിൽ എടുക്കും. സനത് ഉണ്ടായാ മതിയോ? ആ, സനത് ഉണ്ടായാ മതി. അൽ ബിദായ വൻ നിഹായില് എത്രാമത്തെ ഹദീസാ? അതിന്റെ ഇബാറത്തല്ലേ ഉണ്ടാവുക? ഇബാറത്തല്ലല്ലോ, സനത് ഇബാറത്ത് നമ്പറൊക്കെ വേണ്ടേ? അതന്നെ, അതിന്റെ ഇതടക്കം ഞാൻ ഇട്ടണ്. എന്ത് പാർട്ട് 3. ഏത് വോളിയം പറഞ്ഞോ? മൂന്നാമത്തെ വോളിയം. മൂന്നാമത്തെ വോളിയം. അതിന്റെ അറബി ടെക്സ്റ്റ് വരെ ഞാൻ അയച്ചു തന്നിന്. ആയിക്കോട്ടെ, കുഴപ്പമില്ലേ. മൂന്നാമത്തെ വോളിയല്ലേ? വേണ്ട വേണ്ട, നമുക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല ഷമീറെ. ഇങ്ങനെ നുണ പറഞ്ഞിട്ടല്ല കാര്യങ്ങൾ തെളിയിക്കേണ്ടത്. നിങ്ങൾക്ക് ഞാൻ മനസ്സിലാക്കി തരും, മനസ്സിലായോ? അൽ ബിദായ വൻ നിഹായിലെ മൂന്നാമത്തെ. എന്നിട്ട് പറഞ്ഞോളൂ, എത്രാമത്തെ ചാപ്റ്റർ ആണ്? അല്ലെങ്കിൽ ചാപ്റ്ററിന്റെ പേര് പറഞ്ഞോളി. ചാപ്റ്ററിന്റെ പേര് അൽ ബിദായ വൽ നിഹായ എടുക്കണ്ട, എന്നെടുത്തോ. കുറച്ചുകൂടി പെട്ടെന്ന് എടുക്കാൻ പറ്റിയത് തരാം. എന്ത് സീൽഡ് നെക്ടറാ? അല്ല, ഇബ്നു കസീർ റഹ്മത്തുള്ളാഹിന്റെ തഫ്സീർ. അതന്നെ, ഇതേ സംഭവം തന്നെയാണ്. തഫ്സീർ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹിന്റെ തഫ്സീറിൽ. തഫ്സീർ ഇബ്നു കസീറിന്റെ തഫ്സീർ ഒന്നും എടുക്കാൻ പറ്റില്ല എന്നല്ലേ ഇപ്പൊ ഇയാള് പറയണേ? ചങ്ങാതി, അതില് ഇത് കൊടുത്തേ പറ്റുമ്പോ തോന്നുമ്പോഴല്ലേ സംഭവം വായിച്ചൂട്. നീ ഇപ്പൊ കഥ ഒന്നും വായിച്ചൂട്, പറഞ്ഞൂടാ. പറഞ്ഞു സംഗ്രഹിച്ച് പറഞ്ഞേ കേക്കട്ടെ. സംഗ്രഹിച്ചിട്ട് അതിന്റെ സംഭവം നമ്മൾ പറഞ്ഞാണല്ലോ. ഇനി അതിന്റെ സനതല്ലേ വേണ്ടുള്ളൂ. അല്ല, ഈ സംഭവം ഒന്ന് ചുരുക്കി പറഞ്ഞോ സുഹൃത്തെ. സംഭവം പറഞ്ഞായിരുന്നു. സംഭവം ഇന്നലെ നമ്മൾ പറഞ്ഞല്ലേ? ദാറുൻ നദ്വിയില് പിന്നെ നജിദ് എന്നുള്ള ഒരു ഷെയ്ഖും കൂടിയും പങ്കെടുത്ത ഒരു മീറ്റിംഗില് പല അഭിപ്രായങ്ങൾ ഉണ്ടായി. അതിൽ ഏറ്റവും അവസാനം വന്ന ഒരു അഭിപ്രായം, എല്ലാ ഗോത്രത്തിനും ഓരോരോ ആൾക്കാർ കൂടാ, എന്നാൽ പിന്നെ എന്താ പറയാ, ബനു ഹാഷിമിന് നമ്മളോട് പകരം ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും, അല്ലെങ്കിൽ അപ്പൊ നമുക്ക് രക്തപ്പണം വരികയാണെങ്കിൽ അത് നമുക്ക് മാനേജ് ചെയ്യാൻ എളുപ്പമായിരിക്കും എന്ന് പറഞ്ഞു. ആ അഭിപ്രായം അവിടെ സ്വീകരിക്കപ്പെട്ടു. ഏതല്ലേ കഥ? ഈ സംഭവം, ഇങ്ങനെ സംഭവം നടന്നു എന്ന്. ഈ സംഭവം നടന്നത് എന്താണെന്നറിയോ ഷമീറിന്? ഇത് അതായത് പ്രവാചകന്റെ നുബുവത്തിന്റെ സമയത്ത് 13ാമത്തെ വർഷം, അതായത് മുഹമ്മദ് നബി അങ്ങോട്ട് പോണീന്റെ തലേ ദിവസം. അതെ. ഈ സംഭവം മുഹമ്മദ് നബി അറിഞ്ഞത് എങ്ങനെയാ അറിയോ ഷമീറിന്? ചങ്ങാതി, അതൊക്കെ ഇന്നലെ സംസാരിച്ചല്ലേ നമ്മൾ. അവസാനം പറഞ്ഞ നമ്മൾ എന്താണ്, എങ്ങനെ ജിബ്രീൽ ചെന്നിട്ട് മുഹമ്മദിനോട് പറഞ്ഞു ഇങ്ങനെ സംഭവം നടക്കുന്നുണ്ട്. ഇത് നുണയാണ് ഷമീറ. ഇത് ഇങ്ങനത്തെ നുണകൾ ഇഷ്ടം പോലെ മുഹമ്മദ് പറഞ്ഞിട്ടുണ്ട്. ബനു ഖുറൈളെ കൂട്ടക്കൊല ചെയ്യാൻ പോയപ്പോ വാളവിടെ വെക്കാൻ നിൽക്കുകയും നിങ്ങൾക്ക് പണിയുണ്ട്, നിങ്ങളെ പണി കഴിഞ്ഞിട്ടില്ല, അള്ളാഹ് നിങ്ങളോട് ചെല്ലാൻ പറഞ്ഞ ജിബ്രീലാണ്.
ബനു അതൊന്നല്ലല്ലോ നദീറിന്റെ നമ്മള് വീട്ടിൽ വിഷയം. പോയിട്ട് അതൊക്കെ ചർച്ചയ്ക്ക് ഇരുന്ന അതൊക്കെ സമയത്ത് വേറെ ബനു സംഭവമാണെന്ന്. പറഞ്ഞു തരാം, ഇതൊരു പാറ്റേൺ ആണ്. ഇതൊരു ആളുകളെ ആക്രമിക്കാൻ വേണ്ടി മുഹമ്മദ് പറഞ്ഞ തൊള്ളപ്പുട്ട് ന്യായമാണ്. ഇതാണോ തെളിവ്? ഖുർആൻ ജിബ്രീൽ വന്നിട്ട് തന്നെ മുഹമ്മദിന് പറഞ്ഞു കൊടുത്തു എന്നുള്ളതാണ് സംഭവം നടന്നു എന്നുള്ളതിന്റെ ചരിത്രപരമായ തെളിവ് ഷമീറെ. ഈ ഖുർആൻ തന്നെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മുഴുവൻ ഓതി കൊടുത്താണ്. അത് ചരിത്രം. അതന്നെ അതാണ് നിങ്ങൾ ഞാൻ അംഗീകരിക്കില്ല. അഞ്ഞു കേട്ടോ, അതാണ് ഞാൻ പിന്നാണ് പറഞ്ഞത്. അതാണ് നിങ്ങൾക്ക് മലയാളത്തിൽ മനസ്സിലാവാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞത്. പിന്നാണ് നിങ്ങൾ ഇതെടുക്കുക. മുഹമ്മദ് അള്ളാഹുവിന്റെ അതൊന്നും നിങ്ങൾ പ്രവാചകനാണ് എന്നതിന്, അംഗീകരിക്കേണ്ടാന്ന്. മുഹമ്മദ് അള്ളാഹുവിന്റെ പ്രവാചകനാണ് എന്നതിന് തെളിവില്ല എന്ന് പറയുന്ന ആളാണ് ഞാൻ. ആയിക്കോട്ടെ, അതിന് അതിനെന്താ? നിങ്ങൾ അത് നിങ്ങൾ അള്ളാഹു അംഗീകരിക്കേണ്ട. ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മതിയോ ഷമീറെ? ചെങ്ങാതി, ഒരു നിങ്ങൾ ചരിത്ര കൊണ്ടുവരുന്ന സംഭവത്തെ, സംഭവങ്ങൾ ഒരു മൊത്തം ചരിത്ര ഇങ്ങനത്തല്ലേ? ചരിത്രത്തിൽ നടന്ന ഒരു സംഭവത്തെ തെളിവ് ആയിട്ട് നമ്മൾ ഇങ്ങനെ എടുക്കുന്നത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വാസയോഗ്യമായ കുറച്ചും കൂടി തെളിവ് കഴിഞ്ഞാൽ വേണം. നിങ്ങൾ പറയും പ്രവാചകൻ ജീവിച്ചു തന്നെ ഇരുന്നില്ല. ജീവിച്ചിരുന്നു എന്നുള്ള തെളിവുണ്ട് ഷമീറെ. തെളിവ് എന്താ തെളിവ്? ഉണ്ട്, ചരിത്രങ്ങളിൽ തെളിവുണ്ട്. വേറെ ഏതാണ് ചരിത്രങ്ങളിൽ ഏതാണ് തെളിവുണ്ട്. ആ ചരിത്രം? ഇസ്ലാമിന് പുറത്തുള്ള ചരിത്രങ്ങളിൽ തെളിവുണ്ട്. ഏതാണ് ആ ചരിത്രം? പ്രവാചകനല്ല, മുഹമ്മദ് എന്ന് പറയുന്ന മനുഷ്യൻ ജീവിച്ചതിന്. അതന്നെ, അത് ഏതാണ് ആ ചരിത്രം? പ്രവാചകനാണെന്നുള്ളതിന് തെളിവില്ല. അത് ഇതല്ലേ ഏതാണ് ആ പ്രശ്നം. ചരിത്രം എന്നാ എന്താണ് ചോദിക്കണേ? പ്രശ്നം? മുഹമ്മദിന്റെ പ്രവാചകത്വത്തിന് തെളിവില്ലാത്തതുകൊണ്ടാണ് അബൂ സുഫിയാനും പ്രവാചകത്വമൊക്കെ അബൂ ജഹലും അടക്കട്ടെ, വിശ്വസിക്കാത്തത്. പ്രവാചകൻ ജീവിച്ചിരുന്നു അതുകൊണ്ടാണ് എന്നുള്ളതിന് തെളിവുണ്ടോ? ലിയാഖത്തും ജബ്ബാറും വിശ്വസിക്കാത്തത്. പൊന്നാര ഷമീറെ, അതാ ഞാൻ ചോദിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ഈ തെളിവുണ്ട് ഹദീസ് തെളിവുണ്ട് എന്ന് പറഞ്ഞാൽ നിഷേധികളായിട്ടുള്ള ഞാൻ കുറച്ച് പറഞ്ഞത് ആളുകളുണ്ട്. എന്തിനാണ് അതേ ഞാൻ കോട്ടി കാര്യമാണ് ഞാൻ മാറ്റുന്നത്? ചോദിക്കുന്നത് നിങ്ങളോട്. എന്തിനാണ് കോട്ടി കോട്ടി മാറ്റുന്നത്? മാറ്റണൊക്കെ എന്തിനാ കോട്ടി വിഷയത്തിലേക്ക് വരാം. മാറ്റുന്നത്? നിങ്ങൾ പിന്നെ ഞാനിപ്പോ പറഞ്ഞത് എന്താ? നിങ്ങൾ പിന്നെ പറഞ്ഞത് സനത് ചോദിച്ചു, സനത് ഞാൻ സനത് തന്നു. ഈ സംഭവത്തിന് ഇജ്ജ് സനത് കൊണ്ട് വന്നിട്ട് എന്താ കാര്യം ഷമീറെ? ചങ്ങാതി ഇന്നലെ പിന്നെ എന്തിനാ സനത്? ഇബിലീസും കൂടി ഞാൻ ഇത്ര കൂടിയിരുന്ന കഷ്ടപ്പെടണോ? മീറ്റിംഗിൽ അപ്പൊ ഇബിലീസും തന്നെ കൂടി പറഞ്ഞാ ഒരു പോലെ മീറ്റിംഗ് നടത്തുന്നു. സനത് കൊണ്ടുവന്ന് എടുക്കുന്നല്ലേ പറഞ്ഞു. കേൾക്കൂ, സനത് കൊണ്ടുവന്ന് എടുക്കുന്ന പറഞ്ഞിട്ട് ഇപ്പം ഇത് മാറ്റി പറയാം. സനത് കൊണ്ടുവന്ന അങ്ങനെ ഒരു ഹദീസ് ഉണ്ട് എന്ന് എടുക്കും. അത് ചരിത്രത്തിൽ തെളിവാണോ ഷമീറെ? തെളിവ് പറഞ്ഞ ചരിത്രത്തിൽ തെളിവ്. അതന്നെയാണ് തെളിവ്. എന്ത് ഇസ്ലാമിന്റെ തെളിവ് എന്താ? ഇസ്ലാമിന്റെ തെളിവല്ല ഞാൻ പറയും. ഇസ്ലാമിൽ തെളിവില്ല എന്നല്ല പിന്നെ നിങ്ങൾ കൊണ്ടുവരുന്നൊക്കെ ഇസ്ലാമിന്റെ പുറത്തുനിന്നുള്ള ആരൊക്കെ എഴുതിയ ചരിത്രമാണോ? എന്നിട്ട് അപ്പൊ നിങ്ങൾ ഇസ്ലാമിൽ കൊണ്ടുവരുന്ന ഒരു തെളിവ് എടുക്കാൻ പറ്റില്ലല്ലോ. ഒരു ഹദീസ് എടുക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? എടുക്കാൻ പറ്റും. ഒരു ആയത്ത് എടുക്കാൻ പറ്റും? എടുക്കാൻ പറ്റും. അതെങ്ങനെ നിങ്ങൾ എടുക്കുക? ഇതൊക്കെ പ്രവാചകൻ പറഞ്ഞു, പ്രവാചകന് തോന്നി എന്നല്ലേ? അതെങ്ങനെ ചരിത്രത്തിൽ തെളിവാ? കൂടിയതാണെങ്കിൽ എടുക്കൂല. അതിനാ ഞാൻ പറഞ്ഞത് നിങ്ങൾ ഇബിലീസ് എന്നുള്ള എടുക്കണ്ടെന്ന്. അങ്ങനെ ഒരു ഹദീസ് ഉണ്ട് എന്ന് പറയും. ഹദീസ് സംഭവത്തിൽ ഇബിലീസിനെ എടുക്കണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇവിടെ നജിദിൽ നിന്നും ഒരു ഷേഖ് വന്നു എന്ന് പറഞ്ഞിട്ടാണോ സംഭവം തുടങ്ങുന്നത്? നിങ്ങളിപ്പോ സനത് കൊടുത്തിട്ട് ആ ഹദീസിന് എങ്ങനെ ഇബിലീസിനെ മാത്രം തള്ളുക? ഇബിലീസിനെ തള്ളണ്ട, നിങ്ങൾ എടുക്കണ്ടെന്നാ പറഞ്ഞേ. അത് ഞാൻ ആ ഹദീസിനെ എടുക്കണില്ലാന്ന്. ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഒരു ഉദാഹരണം പറഞ്ഞുതരാം. അതൊക്കെ പോട്ടെ. ഒരു ഉദാഹരണം പറഞ്ഞുതരാം. അല്ല, ഞാൻ ഒരാളുടെ ഒരു സെന്റൻസ് കട്ടുമുറിച്ച് കളവ് പ്രചരിപ്പിച്ച് ഉണ്ടാക്കുക. എന്നിട്ട് ഞാനത് വിശദമായി വിശദീകരിച്ച് ഒരു കാര്യം പിന്നീട് അത് വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കുമ്പോ പിന്നെ അത് വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കുമ്പോ ഒരു കളവും ഷമീറെ ഇന്ന് വരെ പിടിച്ചിട്ടില്ല. ഷമീറെ, കളവ് പറയുന്നു എന്ന് പറയാൻ വേണ്ടി നിങ്ങൾ എന്തൊക്കെ കള്ളത്തരാണ് കാണിക്കുന്നത്? കുളിപ്പില്ലേ? എന്ത് എത്ര കാലം ഇത് തുടങ്ങിയിട്ട് നിങ്ങള് തൗഹീദ് പ്രചരിപ്പിച്ചതിന്റെ പേരിൽ എന്ന് പറഞ്ഞത് ശുദ്ധമായ പിന്നെ പുതിയതായിട്ട് ഒരു കളവ് പിടിച്ചപ്പോ ഞാൻ പിന്നീട് ഇതിപ്പോ ഒരു തെളിവ് ചോദിക്കുക, എന്നിട്ട് ആ തെളിവ് കിട്ടി കഴിഞ്ഞാൽ ഇനി മനസ്സമാധാനമായിട്ട് കേട്ടോ. ഇനി മനസ്സമാധാനമായിട്ട് നിങ്ങളുടെ ഈ നമ്പറിലൊന്നും ഞാൻ എന്നെ കിട്ടൂല. ഇനി കേട്ടോ, എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കള്ളത്തരാണ്. എന്തിനാ ഈ വീഡിയോയുടെ ടൈറ്റിൽ എന്താണെന്ന് അറിയോ ഷമീറിന്? അവിടെ നിൽക്കൂല ഷമീറെ. നിങ്ങളെ പ്രശ്നം അതാണ്. അവിടെ നിൽക്കണം. എവിടെ നിൽക്കണം? ഇവിടെ നിൽക്കണം. ബദർ സംസാരിക്കുമ്പോ ബദറിൽ നിന്ന് ശ്രദ്ധ തിരിക്കണം. സൂറത്ത് തൗബയിൽ നിന്ന് ശ്രദ്ധ തിരിക്കണം. സൂറത്ത് ഒരു വിഷയത്തിൽ വിളിച്ച ആ വിഷയത്തിൽ സംസാരിക്കാൻ ബദറാണ് വിഷയം. ബദറിൽ വാ സംസാരിക്കാം. ബദറാണ് വിഷയം. ബദർ കിസ്സയാണ് വിഷയം. അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള തൊണ്ട് ന്യായങ്ങളാണ് ഷമീറെ. ഉളുപ്പില്ലായ്മയാണ് ഷമീറെ കാട്ടിക്കൂട്ടുന്നത്. ബദർ കിസ്സയാണ് വിഷയം. ബദർ കൊള്ളയായിരുന്നു എന്നാണ് വിഷയം. ഈ സംഭവം ഒക്കെ നമുക്ക് ബദറിന്റെ ന്യായത്തിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഈ റഫീഖ് സലഫിനെ ബദർ സംസാരിക്കാൻ വിളിക്കുക. റഫീഖ് സലഫിനോട് ബദർ സംസാരിക്കാൻ വരാൻ പറ. അബ്ദുള്ള ബാസിനോട് അടിമത്ത സംസാരിക്കാൻ വരാൻ പറ. അബ്ദുള്ള ബാസിൽ ഇപ്പൊ ഞാൻ പറഞ്ഞ ഷമീർ കേട്ടോ. അബ്ദുള്ള ബാസില് ഞങ്ങൾ മീറ്റിംഗ് കൂടിയിട്ട് സംവാദത്തിന് സമയം പറയാം എന്ന് പറഞ്ഞിട്ട് പോയതാണ്. എന്നിട്ട് അതിന് മറുപടി പറയാതെയാണ് ഈ ഉടായി പറക്കുന്നത്. അപ്പൊ എന്നെ പ്രകോപിപ്പിച്ച് എന്നെ കൊണ്ട് എന്തെങ്കിലും പറയിപ്പിച്ച് ഇനി ഷമീർ ഒന്നുകൂടി ഒരു ഷമീർ അത്ര സത്യസന്ധനാണെങ്കിൽ
ബാസിൽ ഇപ്പൊ ലാസ്റ്റ് വീഡിയോയില് ഞാൻ നുണ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നീട് കൂട്ടിച്ചേർത്തു എന്ന് പറയുന്ന ഭാഗം ഷമീർ ഇപ്പൊ കേട്ടോ ഇല്ലേ? ഞാൻ അതിന്റെ മുമ്പേ പറഞ്ഞിട്ടുള്ളതാണെന്നുള്ളത് കേട്ടോ ഷമീറെ? പറഞ്ഞിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. കേട്ടോ? ഒരു ഒരു കേട്ടിട്ടുണ്ടോ മിനിറ്റ് ഒന്ന് ഇല്ലയെന്നറിയില്ല. കേൾപ്പിച്ചുതരാം. ദൈവമേ അല്ലാഹുവേ ഏകദൈവ വിശ്വാസം എന്ന തൗഹീദിലേക്ക് ആളുകളെ ക്ഷണിക്കുകയും അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ അന്ധവിശ്വാസങ്ങളിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും യഥാർത്ഥ ദൈവവിശ്വാസത്തിലേക്ക് ക്ഷണിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ട് മുഹമ്മദ് മദീനയിൽ മക്കയിൽ നിരന്തരമായ പീഡനങ്ങൾക്ക് വിധേയമായി എന്നതാണ് കഥ. അതൊരു നുണക്കഥയാണ്. ആദ്യം പ്രാഥമികമായിട്ട് അത് പറയാം. ആദ്യം അതായത് ഒരു പ്രസന്റേഷൻ തുടങ്ങുമ്പോൾ പ്രാഥമികമായിട്ട് നമ്മൾ അതിന്റെ പ്രിമൈസ് പറഞ്ഞു വെക്കുകയാണ്. അതാണ് പിന്നെ ബാക്കി അതിന്റെ വിശദീകരണമാണ്. ആ വിശദീകരണത്തിൽ അതിന്റെ വിശദാംശങ്ങൾ പറയുന്നതിന്റെ ഇടയിൽ നിന്ന് ഒരു സെന്റൻസിൽ നിന്ന് പകുതി കട്ട് ചെയ്യുക. ഉളുപ്പില്ലായ്മ അല്ലെങ്കിൽ ഇതെന്താ ഷെമിറജി പറയാം. ഇനി എന്റെ പ്രശ്നത്തൊന്നല്ല ഷെമിറെ, ഈ വിഷയമൊക്കെ നമ്മൾ പറയുന്നത് ബദർ കിസയിലാണ്. ബദറാണ് സംഭവം. ബദർ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട വിഷയത്തിൽ ഈ സംഭവം നടക്കുന്ന 7 മിനിറ്റിനുള്ളിലാണ്. ബാക്കി 35 മിനിറ്റ് പറഞ്ഞ ബദർ കിസ, അതിൽ സംസാരം നടക്കാൻ പാടില്ല, അതിലേക്ക് ആളുകളുടെ ശ്രദ്ധ പോകാൻ പാടില്ല. അതിനെടുക്കുന്ന ഉഡായിപ്പാണ് ഷെമിറത്. അവിടെ നിക്ക്, ഉഡായിപ്പാണ് ഷെമിറെ. ഞാനിപ്പോ വിളിച്ച അതിനാണോ ഇജ് വിളിച്ചത്? ഇവര് ഈ വാല് മുറിച്ച് കൊണ്ടുവന്ന ഈ സാധനം വെച്ചിട്ടാണ് എനിക്ക് സംസാരിക്കണതേ. ഞാനിത് കേട്ടിട്ടല്ലേ അതാ പറഞ്ഞ നമ്മൾ ഈ പല്ലുവാലിന്റെ പിന്നാലെ പോകാൻ പറ്റില്ല. വിഷയം ബദറാണ്. ബദറാണ് വിഷയം. ബദർ സംസാരിക്കാൻ റഫീഖ് സലഫിക്ക് വരുമോ? ഇല്ലേ? എന്നോടാ ചോദിക്കണേ. നിങ്ങളോട് തന്നെ ചോദിക്കാം. റഫീഖ് സലഫി ബദറിൽ നിന്ന് രക്ഷപ്പെടാൻ എടുത്തു വന്ന മുറിച്ചിട്ട പല്ലുവാലും പൊക്കി പിടിച്ചോണ്ട് ഷമീർ വന്ന ഷമീറിനോട് ഞാൻ തന്നെ ചോദിക്കാം. ഞാൻ അതൊന്നല്ല, ഞാൻ ഷമീർ ഞാൻ നുണ പറഞ്ഞു എസ്റ്റാബ്ലിഷ് ചെയ്യേ. അത് വേറെ വിഷയല്ലേ? ആ വിഷയം ഈ ബദറിന്റെ കഥ ഇവിടെ കഴിഞ്ഞു. ഇത് ഇവിടെ കഴിഞ്ഞു. ഈ രണ്ട് ഞാൻ നുണ പറഞ്ഞു എന്ന് പറയുന്നത്, നുണ പറഞ്ഞു എന്ന് പറയാൻ വേണ്ടി പച്ച കള്ളങ്ങൾ പടച്ചുണ്ടാക്കുകയും എന്റെ ശബ്ദത്തിൽ നിന്ന് എന്റെ സെന്റൻസ് കട്ട് ചെയ്തെടുക്കുകയും ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം അപ്പ പറഞ്ഞല്ല ഞാൻ പിന്നീട് പറഞ്ഞതാണ് എന്നൊക്കെ പറയണമെങ്കിൽ ഉളുപ്പില്ലായ്മ എന്നൊക്കെ പറഞ്ഞ തൊലിക്കട്ടി എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ. കേൾക്കാനുള്ള ക്ഷമ ആദ്യം. എന്താണ് ക്ഷമ? നീ പറഞ്ഞോ. ഇനി എനിക്ക് എന്താ പറയാനുള്ളത്? നിങ്ങളും ഞാനും ഇനി ഇടക്കറല്ലേ ഇത്രയും നേരം സംസാരിച്ച് ഇനി ഇടക്കരുത്. ഞാനും നിങ്ങളും ഇന്നലെ സംസാരിച്ചതില് നിങ്ങൾ എന്നോട് പറഞ്ഞത് ദാറുൽ നദവിയിൽ വെച്ച് നടന്ന സംഭവം അത് ചരിത്രത്തിൽ തെളിവല്ല. കാരണം അതിൽ ഇബിലീസ് പങ്കെടുത്തു എന്ന് പറയുന്നത് അത് എനിക്ക് എടുക്കാനില്ല. കാരണം ഇബിലീസ് എന്നുള്ളത് ഞാൻ പറയട്ടെ ഇബിലീസ് അതിൽ പങ്കെടുത്തു എന്നുള്ളത് എനിക്ക് എടുക്കാൻ കഴിയില്ല. പിന്നെ അതേപോലെ തന്നെ പ്രവാചകനെ ഇത് അറിയിക്കുന്നത് ജിബ്രീലാണ് എന്നുള്ളത് കൊണ്ടും ഞാൻ ഇത് എടുക്കുന്നില്ല എന്നാണ് നിങ്ങൾ പറഞ്ഞത് അല്ലേ? അതുകൊണ്ട് അത് ചരിത്രത്തിൽ തെളിവില്ല. ഓക്കെ, അപ്പൊ ഞാൻ ചോദിച്ചു ഇതിന് സനത് കൊണ്ടുവന്നാൽ നിങ്ങൾ എടുക്കുമെന്ന് ചോദിച്ചു. തീർച്ചയായിട്ടും എടുക്കും. നമുക്ക് പരിശോധിക്കാന്നാ പറഞ്ഞേ. അത് ഇപ്പോഴും പരിശോധിക്കാൻ തന്നെ പറയണേ. ആ സനത് ഞാൻ അയച്ചിട്ടുണ്ട്, അത് വേറെ വിഷയം. തീർച്ചയായിട്ടും എടുക്കും. ലിങ്ക് വേണമെങ്കിൽ ലിങ്ക് അയച്ചുതരാം. അതല്ലാതെ സനദുള്ള അൽ ബിദായ വൽ നിഹായയിലുള്ളതുണ്ട്. അതേപോലെ തന്നെ പറയണത് ഹദീസ് ഗ്രന്ഥാണോ ഷമീറെ? ചരിത്ര ഗ്രന്ഥാണ് അല്ലേ? ഹദീസ് എവിടെ ചങ്ങാതി? ഇതില് സനത് കൊടുത്തിട്ടുണ്ട്. ചരിത്ര ഗ്രന്ഥത്തിലാണെങ്കിൽ ചരിത്രം എങ്ങനെ എടുക്കലെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? ഹദീസ് എന്നല്ലേ ചരിത്രത്തിൽ എടുക്കുക? ചരിത്രത്തിന് ഹദീസ് എടുക്കുവോ? ചരിത്രത്തിന് ശരി, ചരിത്രത്തിൽ സനത് ഉണ്ടെങ്കിൽ എടുക്കും ചങ്ങാതി. ആ സനത് ഒന്ന് വായിച്ച തുടങ്ങിക്കേ. ഈ പറഞ്ഞ 3-ാം വോളിയം ഞാൻ മറിച്ച് കുത്തിർക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസം നേരമായി. ഈ പറഞ്ഞില്ലേ ഏതാ ചാപ്റ്റർ എന്നൊന്നും പറഞ്ഞിട്ടില്ല. അതിനല്ലേ ഞാൻ ഒത്തുകൂടി എളുപ്പമുള്ള പണിയായിരുന്നു. അല്ല, എളുപ്പമുള്ള പണിയൊന്നും വേണ്ട. ഈ പറഞ്ഞ തന്നെ കംപ്ലീറ്റ് ചെയ്താൽ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹിന്റെ തഫ്സീർ ഇബ്നു കസീറിന്റെ 8-ാം അധ്യായത്തിലെ 30-ാമത്തെ കസീറിലൊക്കെ നിങ്ങൾ ഇത് പറയും. നിങ്ങളിപ്പോ ബിദായ വന്യഹായ പറഞ്ഞില്ലേ? ഇമാം മുഹമ്മദ് ബിൻ ഇസ്ഹാഖ് ബിൻ യാസിർ, the author of Al-Maghazi, reporter from Abdullah ibn Abi Najah. ഒന്നാമത്തെ റിപ്പോർട്ടർ അബ്ദുള്ള ഇബ്നു അബി നജാഹ്. ഇദ്ദേഹത്തിനെ പറ്റിയിട്ട് വേണമെങ്കിൽ അതിന്റെ റിപ്പോർട്ടർ ആരാണ് എന്നുള്ള വിശദം വേണോ? വിശദാംശം അബ്ദുള്ള ഇബ്നു നജീഹ്, മുഴുവൻ പേര് നജീഹ്, മുഴുവൻ പേര് അബ്ദുള്ള ഇബ്നു അബി നജീഹ് യാസിർ ബിൻ അംർ അൽ സഖാഫി. പദവി അതൊന്നും വേണ്ട. ഇത് ആരാന്ന് പറയും.
അതന്നെ ഞാൻ പറയണേ. മക്കയിലെ പ്രശസ്ത താബിയും സാഹിബികളെ കണ്ടുമുട്ടിയ മുഹദ്ദിസും ഇബ്നു ഇസ്ഹാഖിന്റെ അധ്യാപകരിൽ ഒരാളും. ആയിക്കോട്ടെ. ഈ സഹാബികളിൽ കണ്ടുമുട്ടിയ താബിയാണ്. ആ ഇയാളോട് താബി. ഇത് പറഞ്ഞ സഹാബി ആരാ? ഞാൻ അടുത്ത തരാം. ഉം, അടുത്ത തരാന്ന് പേടിക്കണ്ട. ഉം, ഞാൻ അടുത്ത ആള് ഉം. എത്തി താഴത്തേക്ക് പോയി. അബ്ദുള്ള ഇബ്നു നജ്ജാഹിനെ പറഞ്ഞു. പിന്നെ ഫ്രം മുജാഹിദ്. ഉം. പോട്ടെ. ഈ ലാസ്റ്റ് മുജാഹിദ് അല്ലേ കാല കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിലെ മുജാഹിദ് ബിൻ മുഹമ്മദും അവിടെ മോള് ജാബിർ. നിങ്ങട്ട് വാ നബിന്റെ തൊട്ടിപ്പുറത്ത് അങ്ങനെ രണ്ടാളുണ്ട് പറഞ്ഞേ കേക്കട്ടെ. ഇനി അടുത്തത് ലാസ്റ്റ് അബ്ദുള്ള പറ. ഇബ്നു ഇവിടുന്ന് റിപ്പോർട്ടർ ഇവിടുന്ന് അങ്ങോട്ടല്ല, മോള് നിങ്ങട്ട് താഴത്തോട്ട് വാ. അബ്ദുള്ള ഇബ്നു ഉം. അബ്ബാസ്. അബ്ദുല്ലാഹ് ഇബ്നു അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ്. അബ്ബാസ്. അബ്ദുല്ലാഹി ഇബ്നു മുഴുവൻ പേര് അബ്ബാസ്. അബ്ദുള്ള ഇബ്നു അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ്. മനസ്സിലായി. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ്. ഇബ്നു അബ്ബാസ്. ആ ഇബ്നു അബ്ബാസിന്റെ മകൻ. അബ്ദുള്ള എന്ന് പറയുന്നത് ഇബ്നു പ്രവാചകൻ അബ്ബാസിന്റെ നബി. മകൻ. ആ അബ്ദുള്ള ഇബ്നു പിതൃ അബ്ബാസ് അല്ലേ? സഹോദരപുത്രൻ. പിതൃ അബ്ദുള്ള സഹോദരപുത്രൻ. ഇബ്നു അബ്ബാസ്. പ്രശസ്ത സഹാബിയും അദ്ദേഹത്തിന്റെ അതേനെ മുഹമ്മദ് നബിയുടെ പ്രത്യേക പരാമർശത്തിന് വിധേയനായ സഹാബി. അതെ. വളരെ ചെറിയ ഇമാം പ്രായം തൊട്ട് ബുഖാരിയും ഇസ്ലാം മുസ്ലിമും നന്നായിട്ട് പഠിച്ചിട്ടുള്ള സഹാബി. ഹദീസുകൾ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇബ്നു എന്നിട്ട് ആളെന്താ പറയണേ? അദ്ദേഹം പറയാണ് കാല ഉം. അദ്ദേഹം കാലയാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അല്ലല്ല, അദ്ദേഹം പറഞ്ഞു കാല. പിന്നെ കാല ഞാൻ അതിന്റെ മലയാളം വെച്ചുതരാം. അല്ലല്ല, അറബി വായിക്കി. കാല കാല ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കാല. കാല കാല ഇബ്നു അബ്ബാസ് ലമാ. അല്ലല്ല, കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടോ? റസൂല് പറഞ്ഞാണിത്. ഏയ് അൻ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കാല കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുണ്ടോന്ന്? അതെ ഉണ്ടോ? അദ്ദേഹം റിപ്പോർട്ട് ചെയ്യാണിത്. ഇബ്നു അബ്ബാസ് വരെയല്ലേ എത്തണുള്ളൂ. അതന്നെ മതിയെന്നേ. ഇബ്നു അബ്ബാസിന്റെ വരെ എത്തിയാ പോരന്റെ പൊന്നാരന്റെ. അദ്ദേഹം നബിയിൽ നിന്ന് കേട്ട കാര്യമാണ് പറയുന്നത്. അദ്ദേഹം നബിയിൽ നിന്ന് നബി പറയുന്നത് ഞാൻ കേട്ടു എന്ന് ഇബ്നു അബ്ബാസ് പറഞ്ഞിട്ടുണ്ടോന്ന് ഹദീസില്? അങ്ങനെ പറയേണ്ട ആവശ്യമില്ല മോനെ. പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. അങ്ങനെ പറയേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ട് അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ ഹദീസ് എടുക്കാൻ പറ്റില്ലാത്ത ഇബ്നു അബ്ബാസ് വരെ എത്തുള്ളൂ എന്നുള്ളത് നൂൻ എന്ന് പറയുന്ന വചനത്തിന്റെ തഫ്സീറിൽ ഇബ്നു അബ്ബാസിനെ ഉദ്ധരിച്ചുകൊണ്ട് എഴുതിയ ഹദീസുകൾ വിശദീകരിച്ചുകൊണ്ട് പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട് അത് റസൂലിലേക്ക് എത്തുന്നില്ല, ഇബ്നു അബ്ബാസ് വരെ എത്തുന്നുള്ളൂ. ആ വിഷയത്തിലല്ല, ഏത് വിഷയത്തിലും. ആ സംഭവം എങ്ങനെ ഇവിടെ ഇബ്നു അബ്ബാസിലേക്ക് തന്നെയാണ് ആ സംഭവം എത്തില്ല. ഇബ്നു അബ്ബാസിലേക്ക് എത്തിയിട്ട് കാര്യമല്ല, റസൂലിലേക്ക് എത്തണം സുഹൃത്തെ. ഇബ്നു അബ്ബാസിലേക്ക് എത്തില്ല, എന്നിട്ടല്ലേ റസൂലിലേക്ക് എത്തണ്ടേ? ഇബ്നു അബ്ബാസിലേക്ക് എത്തുന്നുണ്ട്. ഇബ്നു അബ്ബാസിലേക്ക് ഉണ്ട്. എത്തൂല. റഫീഖ് സലഫിനേക്കാളും വിവരമുണ്ടോ ഷമീറിനെങ്കിൽ? ഞാൻ അതിന്റെ സ്ഥാനത്ത് പരിശോധിച്ചാണ്. ഷമീർ പറയുന്നത് ആയിഷയിലേക്ക് എത്തുന്ന ഹദീസ് ആയിഷ വരെ എത്തുന്നുള്ളൂ, റസൂലിലേക്ക് എത്തുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ വേറൊരു ഹദീസ് തള്ളിയത്, സഹിഹായ ഹദീസ് തള്ളിയത്. എന്റെ അടുത്തേക്ക് ഈ മാതിരി മുറിഞ്ഞ സനദിന്റെ ഇതുമായിട്ട് വരാനും എന്തിനാണ് ഷമീർ ഇങ്ങനത്തെ ഉടായി പറക്കണേ? ഇതല്ലേ ഞാൻ നിങ്ങളോട് പറയണത്. ഇപ്പൊ അതും തെളിവല്ല. ഇബ്നു അബ്ബാസ് വരെ എത്തിയിട്ട് കാര്യമില്ല എന്നല്ല. ഇപ്പൊ 2 ദിവസം മുൻപ് പിന്നെ ഇയാള് പറഞ്ഞത് നൂന്, സൂറത്ത് നൂനിന്റെ ആ നൂൻ എന്ന് പറയുന്ന ആയത്തിന്റെ വിശദീകരണം ഇബ്നു അബ്ബാസ് വരെ എത്തുള്ളൂ, അതുകൊണ്ട് എത്തില്ലാന്ന്. അത് മുർസലാണ് ഹദീസ്. എന്തൊരു കഥ ഞാൻ വേണമെങ്കിൽ അതിന്റെ സനദ് അയച്ചുതരാം. മുഹമ്മദ് നബിക്ക് എത്താത്ത ഈ ഹദീസ് പിന്നെ എങ്ങനെ സഹീഹായത്? ഇത് സഹിയാണെന്ന് ആരാ പറഞ്ഞത്? ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി. എവിടെയാണത് ഹദീസ് സഹീഹ് ഗ്രേഡ് ചെയ്ത ആളുകൾ? എവിടെ സഹീഹ് ഹദീസ് ഗ്രേഡ് ചെയ്തത്? ആരാ ഗ്രേഡ് ചെയ്തത്? അദ്ദേഹം തന്നെ പറയുന്നുണ്ട് റിപ്പോർട്ടില്. ഏത് റിപ്പോർട്ടില്? ഈ സംഭവം റിപ്പോർട്ട് ചെയ്ത ഈ സംഭവം കാര്യമില്ല ഷമീറെ, കാര്യമില്ല. നിങ്ങൾ റഫീഖ് സലഫീൻ ഒന്ന് വിളിക്ക്. ഇബ്നു അബ്ബാസിലേക്ക് വരെ എത്തുന്ന ഒരു ഹദീസ് ഉണ്ട്. ഇബ്നു അബ്ബാസ് കാലയാണ്. ഇബ്നു അബ്ബാസ് കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? ചോദിച്ചോക്ക്. റഫീഖ് സലഫിനോട് ചോദിച്ചിട്ട് എന്നെ വിളിക്കുവോ? അൽ ബിദായ വൽ നിഹായലി പറയുന്നത്. ആയിക്കോട്ടെ, ഞാൻ ചോദിച്ചത് സനദ് മുറിഞ്ഞില്ലേ? നബിയിലേക്ക് എത്തിയില്ലല്ലോ. ഇബ്നു കസീറിന് മനസ്സിലാവാത്തത് റഫീഖ് സലഫിക്ക് മനസ്സിലായോ? അതല്ലേ റഫീഖ് സലഫിനോട് ചോദിക്കണം. അത് തെളിവുകൾ തരാതരം തള്ളുകയും കൊള്ളുകയും ചെയ്യുമ്പോ നിങ്ങൾ ആലോചിക്കണം ഇത് അണ്ണാക്കിൽ വന്ന് കുടുങ്ങുന്നുള്ളത്. അല്ലല്ല, ഈ മറ്റേ നിങ്ങൾ പറഞ്ഞ സംഭവം ഇബ്നു അബ്ബാസിലേക്ക് തന്നെ എത്തില്ല. ആരാ പറഞ്ഞ?
ഞാൻ വേണമെങ്കിൽ അതിന്റെ റഫീഖ് സലഫി റെഫറൻസ് പറഞ്ഞത് തരാം. ഇബ്നു അബ്ബാസ് വരെ എത്തുള്ളൂ അത് റഫീഖ് സലഫിനായിട്ട് നിങ്ങൾ തീർക്കുക. ഞാൻ നിങ്ങൾ. വേണമെങ്കിൽ അപ്പൊ അയച്ചുതരാം. അതാ പറഞ്ഞ സുഹൃത്തെ, ആ ഹദീസിൽ അപ്പൊ ഞാൻ പറഞ്ഞത് ഇത് ഹദീസിൽ ഉണ്ടെങ്കിൽ സനത് കംപ്ലീറ്റ് ആണെങ്കിൽ പോലും എന്താണ് ഇത് മുർസല് ചരിത്രത്തിൽ പറഞ്ഞ നടന്ന എന്താണ്? സംഭവമല്ല. ഇത് മുർസല് പറഞ്ഞ മുഹമ്മദിന്റെ എന്താ? തോന്നലും മുഹമ്മദിന്റെ കുബുദ്ധിയുമാണ്. മുഹമ്മദ് അത് ഏതെങ്കിലും ശരി. ഒരു ഇപ്പൊ സംഘത്തെ അങ്ങനെ ആക്രമിക്കണം എന്ന് വിചാരിച്ചാൽ, ഏതെങ്കിലും ഒരു ചങ്ങാതി ഞാനിപ്പോ സംഘത്തിനോട് എന്തെങ്കിലും ഒരു കാര്യം നേരത്തെ ചെയ്യണം എന്ന് പറഞ്ഞതിന്റെ വിചാരിച്ചാൽ അപ്പൊ മുഹമ്മദിന് ഇത്തരം തോന്നലുകൾ ഉണ്ടാവും. ആ നേരത്തെ തോന്നലുകളൊന്നും ചരിത്രത്തിൽ ഒരു സംഭവം നടന്നു എന്നുള്ളതിന് തെളിവല്ല. നേരത്തെ പറഞ്ഞതിന്റെ തുടർച്ച. അതായത് മനസ്സിലായോ? അങ്ങനെ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സംഭവം ഇവിടെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എത്തിച്ചു എന്നുള്ളത് കൊണ്ട് നിങ്ങളെ ചരിത്രത്തിൽ തെളിവല്ല എന്നല്ലേ പറയുന്നത്? അതെ അതെ, തെളിവല്ല. അല്ലേ? അതെ അങ്ങനെയാണെങ്കിൽ ഈ ഖുർആൻ മൊത്തം അങ്ങനെ തന്നെയാണ് എത്തിച്ചത്. അതെ, ഇതൊന്നും ഖുർആൻ ചരിത്രത്തിലില്ല. അല്ല അള്ളാഹുവിന്റേതാണെന്നുള്ളതിന് തെളിവില്ല ചരിത്രത്തിൽ. അള്ളാഹുങ്കിലും തന്നെയല്ല ഇങ്ങനെ ഖുർആൻ എത്തിച്ചു തന്നെ ഇല്ല. ദൈവത്തിന്റെ ഗ്രന്ഥമാണെന്ന് ചരിത്രത്തിൽ തെളിവില്ല ഷമീറെ. നിങ്ങളാ ഖുർആൻ തെളിവില്ലെങ്കിൽ അതാ നിങ്ങൾ പറഞ്ഞത്. എന്തിനാ ഞാൻ എടുക്കുന്നത്? നോക്ക് ഇത് എടുത്തിട്ടല്ലേ നിങ്ങൾ ചരിത്രത്തിൽ വരുന്നത്? തെളിവില്ല എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചു കേട്ടോ, മലയാളം മനസ്സിലാകും, ശ്രദ്ധിച്ചു കേട്ടോ. ഒരു കാര്യത്തിന് ചരിത്രത്തിൽ തെളിവില്ല എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക ഗ്രന്ഥത്തിൽ അങ്ങനെ എഴുതിയിട്ടില്ല എന്നല്ല അർത്ഥം. അല്ലാതെ നിങ്ങൾക്ക് അങ്ങനെയല്ല. എവിടുന്ന് ഈ ഇനി ശ്രദ്ധിച്ചു ചരിത്രത്തിന്റെ കേട്ടോ. ഇനി ഈ ഏറ്റവും ഇസ്ലാമിക ലളിതമായിട്ട് ഗ്രന്ഥങ്ങളിൽ സിമ്പിൾ നിന്നല്ലാതെ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ എവിടുന്നാണ് ഈ ഉദാഹരണം ചരിത്രം പറഞ്ഞ ഷമീറെ, കിട്ടാന്ന് ഞാൻ ചോദിച്ചു. സിമ്പിൾ ആയിട്ട് മനസ്സിലാവാൻ ഉദാഹരണം പറഞ്ഞുതരാം. മുഹമ്മദ് നിങ്ങൾ നബി ഒരു ദൈവത്തിന്റെ കാര്യം കൂടി ചോദിക്കട്ടെ, പ്രവാചകനാണ് എന്നതിന് ഒരു കാര്യം ചരിത്രത്തിൽ കൂടി തെളിവില്ല. ചോദിക്കട്ടെ. നിങ്ങൾ ഏതെങ്കിലും ഹദീസ് നിഷേധികൾ നിങ്ങളെ കമ്പനിക്കാരുണ്ട്? ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അല്ലാതെ ഇപ്പൊ ഇങ്ങനെ വർത്താനം ഞാൻ പറയില്ലേ? ഹദീസോ ഖുറാനും വരെ നിഷേധിക്കണം എന്നോട് ഹദീസ് നിഷേധികളുടെ അതെ, ഓരാണ് ഇങ്ങനത്തെ വാദങ്ങൾ പറഞ്ഞതല്ലേ? ഉറപ്പല്ലേ? ഹദീസ് നിഷേധം എന്നല്ല, ഖുറാൻ നിഷേധിക്കണം. എനിക്ക് ഇനി ഹദീസ് നിഷേധികളുടെ സഹായം വേണോ? എന്തൊക്കെ ഇജ്ജ് ഉണ്ടാവും. പറയണേ? അല്ലാതെ ഇപ്പൊ ഈ വർത്താനം പറയില്ലല്ലോ. ഏത് വർത്താനം? ഞാൻ പറഞ്ഞുതരാം കേട്ടോ, ശ്രദ്ധിച്ചു കേട്ടോ. ഇത് കേൾക്കുന്ന എല്ലാ വിശ്വാസികളും കേട്ടോളി. അതായത് മുഹമ്മദ് നബി അള്ളാഹുവിന്റെ പ്രവാചകനാണ് അല്ലെങ്കിൽ മുഹമ്മദ് നബി ദൈവത്തിന്റെ ദൂതനാണ് എന്നതിന് തെളിവില്ല എന്ന് പറഞ്ഞാൽ അതിന് നിങ്ങൾ ഏതെങ്കിലും അതിന് നിങ്ങൾ ഖുറാനത്തെ ഒരു വചനം മുഹമ്മദ് നബി അള്ളാഹുവിന്റെ റസൂലാകുന്നു എന്ന, ഞാൻ ഒന്ന് പറയട്ടെ ഷമീറെ, അത് നിങ്ങൾ ഖുറാനിൽ ഒരു വചനം എടുത്തിട്ട് മുഹമ്മദ് നബി അള്ളാഹുവിന്റെ റസൂലാകുന്നു എന്ന് അള്ളാഹ് ഖുറാൻ കൂടി പറഞ്ഞു എന്ന് പറഞ്ഞ തെളിവ് കൊടുന്ന അത് തെളിവായോ? ഒറ്റ മിനിറ്റ്, ഞാൻ അങ്ങനെ ഒരു വാദം നിങ്ങൾക്കുണ്ട്, അങ്ങനെ ഒരു സംഭവം നടന്നു എന്ന് പറയുന്നുണ്ട്, അങ്ങനെയാണ് നിങ്ങൾ പറയുന്നുണ്ട്, അത്രേ ഉള്ളൂ. ഇതേ സംഭവം തന്നെയല്ലേ മറ്റേ ഞാൻ പറഞ്ഞത്. ഖുർആനിൽ ഈ ആയത്തുണ്ടോ? ഖുറാനിൽ ആയത്തുണ്ട്. ഉണ്ട്. അപ്പൊ ഈ കേൾക്കുന്ന ആളുകൾ ഇത് കേൾക്കുന്നുണ്ടോ? ഏത്? ഇല്ലേ, നിന്നെ ബന്ധനസ്ഥനാക്കുകയോ കൊല്ലുകയോ നാട്ടിൽ നിന്നും പുറത്താക്കുകയോ ചെയ്യാൻ വേണ്ടി നിനക്കെതിരായി സത്യനിഷേധികൾ തന്ത്രം പ്രയോഗിച്ചിരുന്ന സന്ദർഭം അവർ തന്ത്രം പ്രയോഗിച്ചിരുന്നു. അവരങ്ങനെ തന്ത്രം പ്രയോഗിച്ചിട്ടില്ല. ഇത് എല്ലാരും കേൾക്കുന്നില്ലേ? ഇതൊക്കെ ഇവര് കേൾക്കുന്നില്ലേ? ചരിത്രത്തിൽ തെളിവില്ല ചെങ്ങാതി, ഇതൊക്കെ ഈ ആളുകൾ കേൾക്കുന്നില്ലേ? ഉണ്ട്. ആര് ഇവര് പറയാ ആരെങ്കിലും പറഞ്ഞോ? ആര് കേൾക്കുന്നുണ്ട്? ഈ ആളുകളൊക്കെ കേൾക്കുന്നില്ലേ ഇത് ഓതി കേൾപ്പിക്കുമ്പോ? പടച്ചോനെ എന്റെ ബദരീങ്ങളെ, അവരെന്നാ പറയണ്ടേ? നമ്മളങ്ങനെ മക്കക്കാരായ മുശ്രിക്കുകൾ മുഹമ്മദ് നബിനോട് ആകെ പറഞ്ഞ എന്താ? അള്ളാഹിനൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായിക്കണ്, ഇജ്ജ് അള്ളാഹിന്റെ പ്രവാചകനാണ് എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടില്ല, തെളിവില്ല എന്നാ പറഞ്ഞത്. ആയിക്കോട്ടെ, പക്ഷെ ഈ പറയുന്ന വാചകങ്ങൾ അവര് കേൾക്കുന്നുണ്ടല്ലോ. തെളിവ് ഈ പറയുന്ന വാചകങ്ങൾ അവര് കേൾക്കുന്നില്ലേ? അപ്പൊ അവര് പറയണ്ടേ ഞങ്ങൾ അങ്ങനെ ഉദ്ദേശിച്ചിട്ടേ ഇല്ല, ഞങ്ങൾ അങ്ങനെ ദാറുൽ നദവിൽ പോയിട്ടില്ല എന്ന് അവര് പറയണ്ടേ? ആര് പറയണേ ഷമീറെ? ഇതൊക്കെ എന്ന് എഴുതി വെച്ചതാണ് ഷമീറെ? ഇത് നടന്ന സംഭവം ആയോണ്ടല്ലേ. ആര് പറഞ്ഞു? ഈ ഹദീസ് എപ്പോഴാ ഓല് കേട്ടത്? ഇങ്ങനെ നബി ഇത് നിങ്ങള് എന്താണ് അൽ ബിദായ വൻ നിഹായിൽ എഴുതിയത് അബൂ സുഫിയാനൊക്കെ വായിച്ചിക്കണോ? എന്ത് വിവരക്കേടാ ഷമീറെ പറയണേ? ശരി, റിപ്പോർട്ട് ചെയ്ത ഹദീസ് ഓൽക്ക് സുപരിചിതമാണോ? നിങ്ങൾ എന്തിനാ ഹദീസ് സഹീഹും ലൈഫും തള്ളുന്നത്? ശരി, അപ്പൊ ഇതൊന്നും അറിയില്ല. എനക്കറിയില്ല, അതാണ് പ്രശ്നം. ഇത് എന്നോട് പണ്ടൊരു ക്രിസ്ത്യാനി തർക്കിച്ചിട്ട് ചോദിച്ചു, മുസ്ലിങ്ങളെ കൂട്ടുകാരാക്കരുതെന്ന് ബൈബിളിൽ ഉണ്ടെങ്കിൽ കാണിച്ചതാ, വെല്ലുവിളിയാണ് കാരണം എന്ന പോലത്തെ ഒരു ഡയലോഗല്ലേ ഇപ്പൊ ഇത്? അത് ആ സംഭവം എനിക്ക് മനസ്സിലായോ? കത്തിയോ? എവിടെ? അതാ പറഞ്ഞേ. അപ്പൊ ആയിക്കോട്ടെ, ഇതാണ് കഥ. നിങ്ങളടുത്ത് നമ്മളൊരു സംഭവം പറയും, ഞാനൊരു കാര്യം പറയുമ്പോ ആ കാര്യങ്ങൾ വിശദമായിട്ടാണ് പറഞ്ഞത് ഒരു പ്രസന്റേഷനില്. അതിൽ നിന്ന് മുറിച്ചെടുത്ത് നുണ പറഞ്ഞ് കള്ളത്തരം കാണിച്ചിട്ടല്ല. ഞാൻ ആ വിഷയത്തിൽ ബദർ എന്ന് പറയുന്ന സംഭവത്തെ കുറിച്ച് ഷമീർ കേട്ടോ, നിങ്ങൾക്ക് ആത്മാർത്ഥതയുടെ തരിമ്പുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ബദർ ഖിസ്സയെ കുറിച്ച്
ബദറിനെ കുറിച്ച് നമ്മളെ നാട്ടിൽ പറഞ്ഞു കേട്ട, നമ്മുടെ ഇടയിൽ വിശ്വാസികളുടെ ബദറിന്റെ ഇടയിൽ സംഭവം ഞങ്ങൾ പ്രചാരത്തിലുള്ള കഴിഞ്ഞ പ്രാവശ്യം ചർച്ച ഒരു ചെയ്തല്ലേ. ഒരു മിനിറ്റ് എത്ര എന്തിനാ നിങ്ങൾ നേരം ഞാൻ അസ്വസ്ഥപ്പെടുന്നത്? ചർച്ച ആ ചെയ്തിട്ടുണ്ട്. ബദറാണ് വിഷയം. ഇത് ആ ടൈം ബദർ വെറുതെ ബദർ പോക്കാണ്. ചർച്ചയാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വെറുതെ എന്റെ 34 പ്രസംഗത്തിന്റെ മിനിറ്റ് ആദ്യ ഭാഗത്തിൽ നിന്ന് 10 സെക്കൻഡ് 20 സെക്കൻഡ് അടർത്തിയെടുത്ത് അതിന്റെ തന്നെ ഒരു സെന്റൻസ് പകുതിക്ക് കട്ട് ചെയ്തിട്ട് ഞാൻ പറഞ്ഞ ബാക്കി ഭാഗം ഞാൻ പറഞ്ഞിട്ടില്ല, പിന്നീട് പറഞ്ഞതാണെന്നൊക്കെ നുണ പറഞ്ഞ് ഇത് ഇങ്ങക്ക് ഇങ്ങനെ തെളിവ് ചെയ്യുന്നത്. എടുക്കുന്ന നേരം കൊണ്ട് എനിക്ക് വേറെന്തേലും പണിക്ക് പോയായിരുന്നു. ഉറപ്പല്ലേ? അത് ശരിയാ. ആ കാരണം തെളിവുകൊണ്ട് തന്നിട്ട് തെളിവല്ല ഇത്, ഒരു വെളിവില്ലായ്മ വെളിവില്ലാതെ അതങ്ങ് വെളിവില്ലായ്മ. യഥാർത്ഥ ഇങ്ങക്ക് വിഷയത്തിൽ തീരെ നിന്ന് വെളിവില്ലാന്നല്ലേ ഞാൻ ഇപ്പൊ പറയാലോ, മനസ്സിലാവുന്നത്. യഥാർത്ഥ വിഷയത്തിൽ നിന്ന് വഴി തിരിച്ചു വിടാൻ വേണ്ടി നിങ്ങൾ ഇസ്ലാമിന്റെ തെളിവ് കൊണ്ടുവരുന്നത് എന്നുള്ളത് ഒന്നും രക്ഷപ്പെടൂല, എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഒന്നും അറിയാലോ. രക്ഷപ്പെടൂല. ഞാൻ ഇസ്ലാമിന്റെ എന്നോട് തെളിവുണ്ടോ? ചോദിക്കട്ടെ, എന്നോട് ചോദിക്കട്ടെ, സനതല്ലേ? സൂറത്തുൽ എനിക്ക് 6 മാസം മുമ്പ് പറഞ്ഞ ഒരു നോണ ഉണ്ടല്ലോ, സൂറത്ത് ബക്കറയിലെ 191, 92 വചനങ്ങൾ അവതരിച്ചത് യുദ്ധക്കളത്തിലാണ് എന്ന് ഇല്ലേ? ഏത് യുദ്ധക്കളത്തിലെ ഷമീറെ? ഷമീറിനെ അറിയോ? 10 മിനിറ്റ്. അൽ ബക്ര 191, 92 ഏത് യുദ്ധക്കളത്തിലാണ് പറഞ്ഞത്? ഒന്ന് പറഞ്ഞു. 191 അവരെ കണ്ടുകൊടുത്തു വെച്ച് കണ്ട് മുറ്റുന്ന എടുത്ത് വെച്ച് അവരെ കൊന്നുകളയുക, ഇതല്ലേ? ഇത് ഏതാണ്? ഏത് യുദ്ധക്കളത്തിൽ? യുദ്ധക്കളത്തിൽ കേട്ടോ, യുദ്ധക്കളത്തിൽ. യുദ്ധത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ എന്നാണ് അവിടെ പറയുന്നത്. യുദ്ധക്കളത്തിൽ ഏതൊരു ഈ ആയത്ത്, അതായത് സൂറത്ത് തൗബയിലെ 5-ാം വചനത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ് പണ്ട് ഷമീർ കട്ട് ചെയ്തെടുത്ത് ഉറുമ്പിന്റെ ഹദീസ് പണ്ട് ബാസിലിന് കൊണ്ട് കൊടുത്തത്. മനസ്സിലായോ? അതും കളവന്നല്ലേ? അല്ല പറയട്ടെ, അത് കളവായിരുന്നു, നമുക്ക് വേറെ പറയാം. അപ്പൊ അന്ന് ആ കളവ് പിടിക്കുമ്പോ വിഷയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി എടുത്തു കൊടുത്തു. അപ്പൊ ഞാൻ ചോദിച്ചു, ഏത് യുദ്ധക്കളത്തിലാണ് സൂറത്ത് തൗബ അവതരിച്ചത്? അപ്പൊ അവര് പറഞ്ഞു, ഇല്ല, അത് അബദ്ധം പറ്റിയതാണ്, യുദ്ധക്കളം തൗബയിലല്ല, ബക്കറയിൽ ഇങ്ങനെ ഒരു ആയത്തുണ്ട്, ഇത് രണ്ടും കൂടി മാറിപ്പോയതാണ്, ബക്കറയിലുള്ളതാണ് യുദ്ധക്കളത്തിൽ എന്ന് പറഞ്ഞു. ഏത് യുദ്ധക്കളത്തിൽ? അല്ല, നിങ്ങൾ ഇത് മനസ്സിലാക്കേണ്ടി ഒന്നാമത് എനിക്ക് മനസ്സിലാക്കണ്ട. ഷമീർ ഇപ്പൊ പറയണത് അൽ ബക്കറയിലെ 191 അവതരിച്ചത് ഏത് യുദ്ധക്കളത്തിലാണ്? മുഹമ്മദ് നബി കൂട്ടുന്നപ്പോ ഏത് യുദ്ധക്കളത്തിലായിരുന്നു? അടക്ക് ഞാൻ പറയട്ടെ, ഇത് യുദ്ധം നടക്കുന്ന സമയത്ത് അതിന്റെ ഇടയിൽ കൂടി ഇറങ്ങുന്ന ആയത്തല്ലത് ആണ് എന്നാണ് ബാസിൽ പറഞ്ഞത്. ആര് പറഞ്ഞു? ബാസിൽ പറഞ്ഞത്. ബാസിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവില്ല. പറഞ്ഞിട്ടുണ്ട്. ആ ബാസിലിനെ ചോദിച്ചു നോക്കട്ടെ, ബാസിൽ അങ്ങനെ പറഞ്ഞു. ഇങ്ങനെ നിങ്ങൾ പറഞ്ഞ നുണകളിൽ നിന്ന് രക്ഷപ്പെടാനും യഥാർത്ഥ വിഷയങ്ങളിൽ നിന്ന് ചർച്ച വഴിതിരിച്ചുവിടാനും നിങ്ങൾ ഇങ്ങനെ സ്റ്റുഡിയോന്റെ ഉള്ളിൽ കയറിയിരുന്ന് പറയട്ടെ, സ്റ്റുഡിയോന്റെ ഉള്ളിൽ ചുമരിൽ അള്ളിപ്പിടിച്ചിരുന്ന് മുറിച്ചിടുന്ന പല്ലിവാലിന്റെ പിന്നാലെ ബദർ കിസ്സയാണ് വിഷയം, ബദറാണ് വിഷയം, ബദറിനെ കുറിച്ച് സംസാരിക്കാൻ വരിക. അത് ഞാൻ വരാം, ഇതൊന്ന് കഴിയട്ടെ. ഇല്ല, ബദറാണ് വിഷയം ഷമീറെ. ബദറിന്റെ കാരണം, ബദറിന്റെ ന്യായത്തിലാണ് ഹിജറ വരുന്നത്. എന്നാൽ യുദ്ധം നടക്കുന്ന സമയത്തല്ല കമന്റ് കൊടുത്തത്, അതിനു മുമ്പ് കൊടുത്ത കമന്റ് യുദ്ധത്തിൽ ഏർപ്പെടുമ്പോൾ എന്ത് ചെയ്യണം. ഏത് യുദ്ധാവട്ടെ, നിങ്ങൾ യുദ്ധത്തിൽ ഏർപ്പെടുമ്പോൾ എന്ത് ചെയ്യണം. കളത്തിൽ ഇറങ്ങി യുദ്ധക്കളത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുദ്ധം നടക്കുന്ന സമയത്ത് ഇറങ്ങിയെന്നല്ല, യുദ്ധം നടക്കുന്ന സമയത്ത് ഏതെങ്കിലും ആയത്ത് ഇറങ്ങിയെന്ന് പറയോ? അത് അങ്ങനെ പറഞ്ഞു, കളത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഉദ്ദേശിച്ചെടുത്തോണ്ടാണ് പ്രശ്നം. ആരെടുത്തു? നിങ്ങൾ അങ്ങനെ ഉദ്ദേശിച്ചിട്ടുണ്ടോ? യുദ്ധക്കളത്തിൽ ശത്രുവിനോട് നേർക്ക് നേർ മുഖാമുഖം നിൽക്കുമ്പോ ശത്രുവിന് പിന്നെ ഉമ്മ കൊടുക്കണമെന്നാ ചോദിച്ചത്. അതെ, അതെ, യുദ്ധക്കളത്തിലായിരുന്നു. യുദ്ധക്കളത്തിൽ സഹാബി മുഹമ്മദ് നബി നിൽക്കുമ്പോ എന്നാ പറഞ്ഞത്. ഏത് യുദ്ധക്കളം? ശരി, ബാസിൽ പറഞ്ഞത് അങ്ങനെ പറയൂല, അങ്ങനെയാ പറഞ്ഞത്. എന്താ കഥ ഷമീറെ? ബദർ സൂറത്ത് തൗബയിലുള്ളത് യുദ്ധ സന്ദർഭമല്ല, യുദ്ധ സന്ദർഭം എന്ന് പറഞ്ഞല്ല, യുദ്ധ സന്ദർഭത്തിൽ അവതരിച്ച ആയത്ത് പറയുന്നത് ഷമീറെ. യുദ്ധ സന്ദർഭത്തിൽ ഈ യുദ്ധം നടക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം, സന്ദർഭത്തിൽ അവതരിച്ച ആയത്ത് പറഞ്ഞ എന്താ? അത് യുദ്ധം നടക്കുന്ന സമയത്ത് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ആദ്യം പറഞ്ഞു കൊടുക്കണം. അതാണ് സംഭവം, അതാണ് യുദ്ധ സന്ദർഭം എന്ന് പറയുന്നത്. സന്ദർഭത്തിൽ അവതരിച്ച അതിനെയാണ് യുദ്ധസന്ദർഭം എന്ന് പറയുന്നത്. സന്ദർഭത്തിൽ അവതരിക്കുക എന്ന് പറഞ്ഞ എന്താ? യുദ്ധ സന്ദർഭത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുദ്ധ സന്ദർഭത്തിൽ ഇറങ്ങിയ ആയത്ത് എന്ന് പറഞ്ഞാൽ യുദ്ധ സന്ദർഭത്തിൽ വന്ന വഹി പറഞ്ഞ എന്താ? ചങ്ങാതി, ആ യുദ്ധം നടക്കുന്ന സമയത്ത് ഇറങ്ങിയ ആയത്ത് എന്നല്ല, അങ്ങനെയല്ല മനസ്സിലാക്കണ്ടേ. പിന്നെന്താ അർത്ഥം? യുദ്ധം നടക്കുമ്പോൾ എന്ത് ചെയ്യണം, അതാണ് യുദ്ധ സന്ദർഭത്തിൽ എന്ത് ചെയ്യണം. യുദ്ധ സന്ദർഭത്തിലാണോ? അല്ലേ, യുദ്ധക്കളത്തിലല്ല, യുദ്ധം നടക്കുന്ന സമയത്തല്ല എന്നാ ഞാൻ പറഞ്ഞത്. യുദ്ധക്കളത്തിലല്ല, യുദ്ധം നടക്കുന്ന സ്ഥലത്തല്ല, എന്തായാലും യുദ്ധക്കളത്തിലല്ല, ഉറപ്പല്ലേ? അതെ, യുദ്ധം നടക്കുന്ന കളത്തിൽ ഇന്നിപ്പോ നമ്മളിപ്പോ മലയാളത്തിൽ പറയുമ്പോ അങ്ങനെയൊക്കെ പറയൂലേ, ആ രീതിയിലായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. അങ്ങനെ
ആ അങ്ങനെയാണ്. അല്ലാതെ യുദ്ധസന്ദർഭം എന്റെ ഷമീറെ യുദ്ധസന്ദർഭം ഇനി എന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം. കഴിഞ്ഞാൽ നിങ്ങൾ എന്റെ എന്തൊക്കെ ഷമീറെ ഞാൻ മനസ്സിലാക്കണേ? പറഞ്ഞുതരാം യുദ്ധം നടക്കുന്ന ആ സമയത്ത് നിങ്ങളടുത്ത് അതൊക്കെ ഞാൻ എല്ലായിടത്തും കൂടി പൂർത്തിയാക്കട്ടെ, പറഞ്ഞുതരാം. ഞാൻ നിങ്ങളടുത്ത് പറയാനുള്ള എല്ലായിടത്തും കൂടി പൂർത്തിയാക്കട്ടെ, പറഞ്ഞുതരാം. ഇനി ഞാൻ ഈ പറയാനുള്ള ബദറിന്റെ പൂർത്തിയാക്കട്ടെ. കഥക്ക് ഞാൻ ന്യായം തരാൻ വേണ്ടി ഞാൻ 2021 പറയണൊന്ന് ബ്ലോഗ് മലയാളത്തിൽ പൂർത്തിയാക്കാനുള്ള വായിക്കാണ് സമയം താ. ചെയ്തത്. ഞാൻ എന്താ പറയണൊന്ന് പൂർത്തിയാക്കാനുള്ള സമയമെങ്കിലും തരൂ. എന്താണ് പൂർത്തിയാക്കാനുള്ളത്? എന്താണ് നിങ്ങൾ ഇപ്പൊ ഇത്? കാണിക്കുന്ന ഈ കോട്ടിമാട്ടലുകൾ നാട്ടുകാർ മൊത്തം. വെറുതെ ഞാനിപ്പോ ഇന്ന് സമയം പോക്കിട്ട് ബാസിലിന്റെ കാര്യമില്ല. നമുക്ക് ഒരു വീഡിയോ പെട്ടെന്ന് ചെയ്യാൻ പെട്ടെന്ന് പോയിരുന്നു. തീർത്ത് കഴിഞ്ഞാൽ കഴിഞ്ഞു. ആ ബാസിലിന്റെ ഒരു കഥ ഒന്ന് വീഡിയോ ചെയ്യാൻ പോയിരുന്നു. അതിപ്പോ ഇന്ന് അത് കൊളായി. ഇന്നിപ്പോ ഇനി അത് ഷമീറിന്റെ ഈ വോയിസ് ഇടാം, അല്ലാണ്ട് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ അത് ശരി. സംസാരിച്ചത് ഇടാം. എല്ലാം ഞാൻ പറയട്ടെ, എന്നാലും പൂർത്തിയാക്കട്ടെ. യുദ്ധ പറഞ്ഞു പൂർത്തിയാക്കോ, കുഴപ്പമൊന്നുമില്ല. യുദ്ധക്കളം എന്നുള്ളത് യുദ്ധ സന്ദർഭം അതൊരു എന്നുള്ളതൊക്കെ ആലങ്കാരികമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു പറഞ്ഞതായിരിക്കും രീതി ഉണ്ട്. അല്ലേ? ഇതിനെങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? യുദ്ധ സന്ദർഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുദ്ധം നടക്കുമ്പോ എന്ത് ചെയ്യണം എന്നുള്ളതിന്റെ ഇൻസ്ട്രക്ഷൻസ് ആണിത്. അല്ലാതെ ഇൻസ്ട്രക്ഷൻസ് ഇൻസ്ട്രക്ഷൻസ് ആണ്. അല്ലാതെ നേരെ പോയി അല്ലാതെ അത് യുദ്ധം നടക്കുന്ന സമയത്ത് ഇറങ്ങിയ ആയത്താണെന്ന് അർത്ഥമല്ല. അതെങ്ങനെയാണ് ഇറങ്ങാന്ന്? അതെ അതെ യുദ്ധം നടക്കുന്ന സമയത്ത് യുദ്ധം നിങ്ങൾ നടക്കുന്ന ഓരോരുത്തരോട് പോയി പറയോ? ആരെങ്കിലും അതെ ശരി. പട്ടാളക്കാരോട് ഓരോരുത്തരോട് ഇങ്ങനെ പോയി പറയാ, അതെ അതെ ഞങ്ങളത് ഇതാണ് ചെയ്യേണ്ടത്, അതാണ് ചെയ്യേണ്ടത്. അപ്പൊ അതെങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? പറഞ്ഞോടത്തേക്കാരോ അതിനു മുമ്പ് തന്നെ ഇറങ്ങിയ ആയത്താണിത്. അപ്പൊ യുദ്ധകളത്തിലല്ല, യുദ്ധം നടക്കുന്ന സമയത്തല്ല എന്തായാലും. അല്ല. ഓക്കെ, വെരി ഗുഡ്, താങ്ക് യു. ഇത്രല്ലേ ഉള്ളൂ ആ വിഷയത്തിൽ. ഞാൻ ചോദിക്കില്ലല്ലോ. ബാക്കി നമുക്ക് ഇനി വിശദമായിട്ട് സംസാരിക്കാം. അപ്പൊ എന്റെ പോയിന്റ് ഇത്രേ ഉള്ളൂ. ഇനി ഞാനൊരു കാര്യം കൂടി ചോദിക്കാം. ഒരു കളവും കൂടി പറഞ്ഞുതരാം. പറഞ്ഞ ഒരു കളവും കൂടി പറഞ്ഞുതരാം. ഞാൻ പറയട്ടെ. ബദറാണ് വിഷയം. ആ വിഷയത്തിൽ ബദറിന്റെ വിഷയത്തിൽ ഞങ്ങൾ സംസാരിച്ച് കഴിഞ്ഞതാണ്. ഇല്ല, ഞാൻ പറയട്ടെ. അല്ല, ഇന്നോട് ആ വിഷയത്തിൽ നിങ്ങൾ സംസാരിക്കേണ്ട ഒരു കാര്യമില്ല. പറയല്ലേ, ഞാൻ പറഞ്ഞുതരാം. തുടങ്ങിയത് ഒരു മിനിറ്റ്, 2 ദിവസം മുമ്പ് വിളിച്ചു തുടങ്ങിയത് ഞാൻ നിങ്ങളോട് ചോദിച്ചും ചെയ്തു, ലൈവായിട്ട് ഈ വിഷയത്തിലേക്ക് ഉണ്ടോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു. അപ്പൊ നിങ്ങൾ ഇല്ലാന്നും പറഞ്ഞു. നിങ്ങൾ പറയട്ടെ, ഞാൻ ഷമീർ ഒന്ന് കേൾക്ക്. അതായത് ഷമീർ ഇപ്പൊ ഈ റീസെന്റ് 2 ദിവസം മുമ്പ് എന്നെ വിളിക്കാൻ കാരണം, അതായത് ഇന്നലെ ഞാൻ തോന്നുന്നു അല്ലെ, ഇന്നലെ അല്ലെങ്കിൽ മിഞ്ഞാന്ന്. അപ്പൊ എന്നെ വിളിക്കാനുള്ള കാരണം റഫീഖ് സലഫി കട്ട് ചെയ്തെടുത്ത് പ്രചരിപ്പിച്ച ആ ഒരു ക്ലിപ്പുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് ഷമീർ വരുന്നത്. അന്ന് ഞാൻ ഷമീറിനോട് ചോദിക്കുന്നു, ഷമീർ ആ ക്ലിപ്പ് ചെയ്ത വീഡിയോ ആണ് ഞാൻ കാണുന്നത്. ഇല്ല, എന്നോട് സംസാരിച്ചത് മുഴുവൻ വീഡിയോ 1 മണിക്കൂറിന്റെ വീഡിയോ. പറഞ്ഞുതരാം. ബദറിൽ ഈ വിഷയം ബദറിനെ കുറിച്ച് ചോദിച്ചപ്പം അതിന് ഉത്തരം പറയുന്നതിന് പകരം ഞാൻ ബദർ കിസ പറഞ്ഞ ഒരു വീഡിയോയുടെ ആമുഖമായി പറഞ്ഞ ഒരു കാര്യത്തിന് എന്റെ ഒരു സെന്റൻസ് പകുതിക്ക് മുറിച്ച് അതിന്റെ ആദ്യ ഭാഗം കളഞ്ഞിട്ട് ഞാനൊരു പക്ഷേ പറഞ്ഞ് രണ്ടാമത്തെ സെന്റൻസിന്റെ ആ 2ാം ഭാഗം പറയുമ്പോൾ ആ പക്ഷയും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് റഫീഖ് സലഫി ഒരു ഭാഗം ക്ലിപ്പ് കേൾപ്പിക്കുന്നത്. ആ ക്ലിപ്പിനെ കുറിച്ച് അല്ല, ആ സ്റ്റേറ്റ്മെന്റ് കംപ്ലീറ്റ് ആണ് ഷമീറെ. എന്റെ സ്റ്റേറ്റ്മെന്റ് കംപ്ലീറ്റ് ആണത്. അപ്പൊ ഇത് ഈ ഭാഗം ക്ലിപ്പ് ചെയ്ത് കൂടുതൽ അല്ല എന്നാ പിന്നെ ഒക്കെ കൂടി ഈ വേറെ വിഷയം മാറ്റില്ല ഷമീർ, പ്ലീസ്. ഒരു വിഷയത്ത് പറയുമ്പോ ഒരു വിഷയം പറയുമ്പോ ഒരു സെന്റൻസ് പറയുമ്പോ നിങ്ങൾ ഓരോ സെന്റൻസിനും കളവ് പറയുമ്പോ ആ ഓരോ സെന്റൻസ് എടുത്തിട്ട് ഞാൻ എങ്ങനെ വീഡിയോ റിയാക്ട് ചെയ്യണമെന്ന് ഷമീറിന് അറിയാലോ. ഞാൻ എങ്ങനെ വീഡിയോ റിയാക്ട് ചെയ്യണമെന്ന് ഷമീറിന് അറിയാലോ. നീളം കൂടുതലാണെന്ന പരാതി. എന്താ പരാതി? എന്തിനാ? അപ്പൊ നിങ്ങളെ സ്റ്റേറ്റ്മെന്റ് പൂർണ്ണമായിട്ട് കേൾപ്പിച്ചിട്ട് അതിന്റെ കൃത്യമായ ആശയത്തിലാണ് മറുപടി പറയാം, അല്ലാതെ അതിന്ന് വക്രീകരിച്ചെടുത്തിട്ടല്ല. അപ്പൊ ഇനി കേട്ടോ, ഇത് പറയട്ടെ, ഇത് യു എ ടീം എടുത്ത് ചെയ്ത വീഡിയോയ്ക്ക് മറുപടിയായിട്ട് ഞാൻ ചെയ്ത വീഡിയോ കണ്ടിട്ടാണ് ഷമീറിനെ വിളിക്കുന്നത്. അപ്പൊ ഇതിനൊക്കെ അടിയാധാരം എന്ന് പറയുന്നത് ബദർ കിസ എന്ന് പറയുന്നത് എന്റെ തൊടുപുഴയിലെ പ്രസന്റേഷനാണ്. ആ തൊടുപുഴയിലെ പ്രസന്റേഷനിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല എന്നും അത് ഞാൻ പിന്നെ കൂട്ടിച്ചേർത്താണെന്നും നോണ പറഞ്ഞിട്ടാണ് ബാസിൽ പിന്നെ 3ാമത്തെ വീഡിയോ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ ഒരു സെന്റൻസിൽ പക്ഷേന്ന് കഴിഞ്ഞിട്ടുള്ള ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടാണ് റഫീഖ് സലഫി ആദ്യ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്നത്. ഇതൊക്കെ ചെയ്യുന്നത് എന്തിനാ വെച്ചാൽ അതിനൊക്കെ ശേഷം ബദർ എന്താണ് എന്നുള്ള വിശദമായിട്ട് പുസ്തകം വായിക്കുന്നുണ്ട്. ഈ ബദറിന്റെ പ്രശ്നത്തിൽ നിന്ന് ആളുകളെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ഇവിടെ കൊണ്ടുവന്ന് കുറുക്കി കെട്ടാം എന്ന് പറയുന്ന കുടില തന്ത്രമാണിത്. സൂറത്തു തൗബ ചർച്ച ചെയ്തപ്പോ ഏത് കരാറ് ഏത് യുദ്ധം എന്ന് ചോദിച്ചപ്പോ ഉറുമ്പിൻകൂടിന്റെ ഹദീസ് എടുത്ത് വന്നതുപോലെ വൃത്തികെട്ട ഏർപ്പാടാണ്. നിങ്ങൾക്ക് ആത്മാർത്ഥത സംഭവം. നിങ്ങൾ ആദ്യം ഒരു മനസ്സിലാക്കിയിട്ട് ഇവര് ആഴ്ചയിൽ ഒരു ദിവസം ഒക്കെ പോയിട്ടാണ് ആരോടാ ഷമീർ ഇതൊക്കെ ഓരോ ദിവസം നുണ പറയണേ? എന്തിനാണ് നുണ പറയണേ? ഡെയിലി പോയിട്ട് ഒരു എന്തിനാണ് ഇങ്ങനെ നുണ പറയണേ? ആ സ്റ്റുഡിയോ പോയിരിക്കല്ല. എന്തിനാണ് ആരപ്പ ഡെയിലി കുത്തിരുന്നിട്ട് തന്നെ പണിയ ആൾക്കാർക്ക്? എനിക്ക് യു എ ടീമിനുള്ള അത്ര ആളും പറഞ്ഞുതരാം. യു എ ടീമിനുള്ള അത്ര ആളും അതുപോലത്തെ സംവിധാനവും സ്റ്റുഡിയോയും അതിനകത്തുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്നും നിലത്ത് നിൽക്കൂല. ഇവിടെ
സമയമില്ല നമുക്ക് ഒന്നാമത്തത്, രണ്ടാമത്തത് നമുക്ക് അതിനുള്ള സംവിധാനമില്ല. അത് നമുക്ക് നിങ്ങൾ സമയം മനസ്സിലാക്കിക്കോളി. ഉണ്ടായിട്ടാണ് അതൊക്കെ ചെയ്യുന്നത്. അതെ, നിങ്ങൾക്ക് ആ ഒഴിവ് സമയമുണ്ട്, സമയങ്ങളിൽ അതിന് എല്ലാം എടുക്കണം. വേണ്ടിയിട്ടുള്ള എല്ലാ തരം സംവിധാനങ്ങളും ഉണ്ട്, അതിന് ഫണ്ട് ചെയ്യാൻ ആളും ഉണ്ട്. അതുകൊണ്ടാണ് ഇതൊക്കെ നിങ്ങൾ ആ ചെയ്യുന്നത്. കുന്തണ്ട് മനസ്സിലായോ? ഫണ്ട് ആ, ചെയ്യാനാള്. അത് അണക്ക് കിട്ടണോ എനിക്കറിയില്ല. നമ്മളൊക്കെ പക്ഷെ പിരിവിട്ടിട്ടാണ് നമ്മള് പക്ഷെ ലാപ്ടോപ്പ് ഇതൊക്കെ ഇതൊക്കെ എന്താണ്, വാങ്ങിയിട്ടുണ്ടാക്കി. ഇതൊക്കെ ഇത്തരം കുടുംബ ബിസിനസ്സുകളെ പറ്റിയൊക്കെ നമുക്ക് അല്ലാതെ നല്ല ധാരണ ഉണ്ട് ഷമീറെ. അല്ല, അപ്പൊ ഞാൻ അതൊക്കെ എന്തായാലും ചോദിക്കട്ടെ, പോട്ടെ. ഞാൻ ഇതെന്തായാലും ഇത് ചോദിക്കട്ടെ, ഞാനിപ്പോ അപ്ലോഡ് ചെയ്യട്ടെ. ബാക്കി ഞാൻ എനിക്ക് വയ്യ ഇനി ഇത്. അടക്ക് അടക്ക് ഇതും കൂടി നിങ്ങൾ കഴിയട്ടെ, എന്തായാലും അപ്ലോഡ് ചെയ്യില്ല. റഫീഖ് സലഫിനെ ഇതും കൂടി ബദറിലേക്ക് ചോദിക്കട്ടെ, കൊണ്ടുപോവാ, ബാക്കിയൊന്നും നമുക്ക് അവിടെ. അടക്ക് ഇതും കൂടി ചോദിക്കട്ടെ. നിങ്ങള് ഇതിനു മുമ്പ് ഇന്നായിട്ട് സംസാരിച്ച സംസാരത്തിൽ പറഞ്ഞിരുന്നല്ലോ, അതായത് ഞാൻ നിങ്ങളെ ഒരു കളവ് പിടിച്ചിട്ട് നിങ്ങൾ പറഞ്ഞു എന്റെ ഷമീറെ, നാട്ടിൽ വന്നിട്ട് അത് ക്ലിയർ ചെയ്യാന്ന് അജിന്റെ പറഞ്ഞിരുന്നല്ലോ. അടുത്തേക്ക് വന്നില്ലല്ലോ അതിന്. പിന്നെ ചങ്ങാതി അത് ഇപ്പൊ ചോദിച്ചുതരാം ഞാൻ, ഇപ്പൊ അതൊന്ന് പറഞ്ഞു തന്നാ മതി. ചോദിക്കണ്ട, അജി ഒരു ഇബിന് കാര്യം ചെയ്തോ, അത് ഗസീറിനാകുമ്പോ ചോദിക്കണ്ട, വേണ്ടേ? എനിക്ക് പറഞ്ഞുതരാം. അത് ചോദിക്കണം. അത് ചോദിക്കണ്ട. അതെന്താ വെച്ചാൽ അത് ഇജ്ജ് വേറൊരു കോളായിട്ട് വിളിച്ചോ, നമുക്ക് അത് സംസാരിക്കാം. ഇപ്പൊ കട്ട് ഇതുമെന്ന് ചെയ്തിട്ടോ? വാല് മുറിച്ചിട്ട് പോകാൻ സമ്മതിക്കില്ല. ഇവിടെ ഇത് ഒരു കട്ട് പല്ലിവാൽ ചെയ്തിട്ടോ? ഇടണ്ട. ഇത് ഓക്കെ, കട്ട് ചെയ്തിട്ടോ? പല്ലിവാൽ ഇടണ്ട. ഓക്കെ, ഇതിപ്പോ എന്നാ കട്ട് ഇശ ചെയ്യും. കഴിഞ്ഞിട്ട് വിളിക്കാം. അത് ഇജ്ജ് നാളെ വിളിച്ചോ. നാളെ നാളെ വിളിച്ചോ.